വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 സെപ്റ്റംബർ മാസം 22 വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 12ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ 11 ക്ലാസ്സുകളായിട്ട് നാം വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ 1-ാം അധ്യായം കഴിഞ്ഞ് 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോഴുള്ളത് എന്നുള്ള വിഷയത്തോട് ബന്ധത്തിൽ ആഗോള സഭയെ ദൈവസഭയെക്കുറിച്ചുള്ള പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. യോഹന്നാൻ അന്ന് പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ടപ്പോൾ താൻ ആ പത്മോസ് എന്ന ദ്വീപിന് വളരെ അടുത്തുള്ള ഒരു സഭയായിരുന്നു എഫെസസ് സഭ. എഫെസസ് സഭയെ ആസ്പദമാക്കി ആഗോള ദൈവസഭയെക്കുറിച്ചാണ് നാം പ്രാരംഭത്തിൽ ചിന്തിക്കുന്നത്. കാരണം ദൈവസഭയ്ക്കുള്ള ദൂതുകളെക്കുറിച്ച് അറിയുന്നതിന് മുമ്പായി അത് ദൈവമായ കർത്താവ് തന്നെ വെളിപ്പെട്ട് സഭയ്ക്ക് എങ്ങനെ സാത്താനിക തന്ത്രങ്ങളെ അതിജീവിച്ച് ജയിക്കാൻ കഴിയും എന്നുള്ളത് വെളിപ്പെടുത്തുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങൾ. അതിനു മുമ്പായി ദൈവസഭയെക്കുറിച്ചുള്ള ചില മാർമികമായ വിഷയങ്ങൾ, സുവിശേഷീകരണം എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ ദൈവമക്കൾ ഒന്നുകൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലത്. അറിയാമെങ്കിലും ഓർപ്പിച്ച് ഉണർത്തുന്നത് നന്നായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നാം നിൽക്കുന്ന ദൈവസഭയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ആഗോള സഭയുടെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെ തൊട്ട് സംസാരിക്കാൻ വേണ്ടി എഫെസോസ് സഭയെ അടിസ്ഥാനമാക്കി ആ സഭയോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ആഗോള സഭയെക്കുറിച്ച് നാം പഠിച്ചിട്ട് ബാക്കിയുള്ള സഭകളെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ദൂത് നാം ചിന്തിച്ച് വ്യാഖ്യാനിച്ച് 2-3 അധ്യായങ്ങളുടെ പഠനം പൂർത്തീകരിക്കാനാണ് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ദൈവസഭ പണിയപ്പെടണമെങ്കിൽ സുവിശേഷമാണ് വ്യാപരിക്കേണ്ടത്. സുവിശേഷം അറിഞ്ഞെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ മാത്രമേ സഭ പണിയപ്പെടൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണി, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. അതിൻ്റെ അർത്ഥം മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ആശയത്തിൽ നിന്നോ അല്ലെങ്കിൽ ജീവനോടിരിക്കുന്ന ചിലരുടെ ആശയങ്ങളിൽ നിന്നോ ഉരുവായതല്ല ദൈവസഭ എന്നുള്ളതും, അത് മരണത്തെ ജയിച്ചുയർത്തുന്നേറ്റ യേശുക്രിസ്തുവിനാൽ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിനാൽ ലോകത്തിൽ സ്ഥാപിതമായതാണ് ദൈവസഭ. അതുകൊണ്ട് അത് അജയശക്തിയാണ്. അതിനെ ജയിക്കുവാനായിട്ട് ഒരു ശക്തികൾക്കും കഴിയത്തില്ല. അപ്പോൾ ആ ദൈവസഭയെ യുടെ അടിസ്ഥാന ഉപദേശങ്ങൾ നമുക്കറിയാം. എന്നാൽ ഓരോ സുവിശേഷകരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളെയാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 25 പ്രധാന പൊതു മാനദണ്ഡങ്ങളാണ് ഇവിടെ നാം ചിന്തിക്കുന്നത്. അതിന് ആസ്പദമായി കഴിഞ്ഞ സമയത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 38 മുതൽ 18-ാം അധ്യായം 12 വരെ ഉള്ള വേദപുസ്തക അപ്പോസ്തല പ്രവൃത്തിയിലെ ഭാഗങ്ങളെ വായിച്ചുദ്ധരിച്ചാണ് 24 മുഖ്യ മാനദണ്ഡങ്ങൾ നാം കണ്ടിരിക്കുന്നത്. 25-ാമത്തേത് യേശുക്രിസ്തു സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ ആൾക്കാരെ അയക്കുന്നു എന്നുള്ള ബന്ധത്തിലാണ് 25-ാമത്തെ മാനദണ്ഡമായി കണക്കാക്കുന്നത്. അപ്പോൾ ഈ 25 മാനദണ്ഡത്തിൽ 12 കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി തീർന്നു. തുടർന്ന് ഇന്ന് രാത്രിയിൽ ബാക്കിയുള്ള 13 കാര്യങ്ങൾ കൂടി ചിന്തിപ്പാനാണ് കർത്താവിൽ നമ്മൾ ശരണപ്പെടുന്നത്. അതിലെ 13ാമത്തെ വിഷയം പറഞ്ഞിരിക്കുന്നത് ദൈവദാസന്മാർ സാക്ഷ്യവും വിശ്വസ്തതയുമുള്ളവരുടെ വീടുകളിൽ മാത്രമേ താമസത്തിനായി ഉപയോഗിക്കാവൂ. അതല്ല എങ്കിൽ വിവാദ വിമർശനങ്ങൾക്ക് വിധേയരാകേണ്ടി വരും. അപ്പോൾ നമ്മൾ എവിടെ താമസിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ മാന്യതയുള്ള സാക്ഷ്യമുള്ള കുടുംബങ്ങളിൽ മാത്രമേ താമസിക്കാവുള്ളൂ. കാരണം അതല്ലെങ്കിൽ പിന്നീട് അത് വിവാദ വിഷയങ്ങൾക്ക് കാരണമായി തീരും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലുദിയയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൾ അനുസരിച്ച് ഉള്ളൊരു ജീവിതമായതുകൊണ്ടാണ് അവിടെ അപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 16-ാം അധ്യായം അതിൻ്റെ 15-40 വാക്യങ്ങളിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 16-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീനെന്ന് അപേക്ഷിച്ചു, ഞങ്ങളെ നിർബന്ധിച്ചു. ഞാൻ ഈ വചനം കൂടി വായിച്ചു പോകുന്നത് അതൊന്ന് തെളിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലുദിയക്കറിയുമായിരുന്നു അപ്പോസ്തലന്മാർ അങ്ങനെ എല്ലാവരുടെയും വീടുകളിൽ പോയി താമസിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആരുമില്ലെങ്കിൽ ഹോട്ടലിൽ താമസിക്കണം. നമ്മൾ ഒരിക്കലും നമുക്കറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ സാക്ഷ്യമില്ലാത്ത, നമുക്ക് അത്ര അറിയത്തില്ലാത്ത ആരുടെയും വീടുകളിൽ പോയി
അന്തി ഉറങ്ങുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ മാന്യമായിട്ടുള്ളവരുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞ് അവിടെ പാർക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുവിശേഷീകരണത്തിന് പൊതുവായിട്ടുള്ള മാനദണ്ഡം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ കാണുന്ന എല്ലായിടത്തും അപ്പോസ്തലന്മാർക്കോ ദേവദാസന്മാർക്കോ അന്തി ഉറങ്ങാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ആലോചനയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ അപവാദ വിഷയങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം രേഖപ്പെടുത്തുക. ഇപ്പോൾ 16-ാം അധ്യായം 15-ാം വാക്യത്തിലെ കർത്താവിടെ ഹൃദയം തന്ന അവളും കൂടെ ഉടുമ്പോൾ സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിനെന്ന് അപേക്ഷിച്ചു, ഞങ്ങളെ നിർബന്ധിച്ചു. അപ്പോൾ അത് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ഞാൻ വിശ്വസ്തയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ താമസിപ്പിനെന്ന് കൽപ്പിച്ചു. പിന്നെ അന്നേരം അവിടെ താമസിച്ചില്ലെങ്കിലും പിന്നീട് തടവിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പൗലോസും ശീലാസും ഒക്കെ അവിടെ പോയി താമസിച്ചതിനെക്കുറിച്ചും വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വചനമായിട്ട് ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. കാരണം അതല്ല എങ്കിൽ വിവാദ വിമർശനങ്ങൾക്ക് പിന്നീട് വിധേയരാകേണ്ടി വരും. കാരണം ഏതെങ്കിലും വിധത്തിൽ അപവാദം പറയാനായിട്ട് സാത്താൻ വളരെയധികം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു മാനദണ്ഡം ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർ അത് നമുക്ക് മാതൃകയാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ അനുവർത്തിച്ചു പോകുന്ന അതേ കാര്യങ്ങളാണ് നമുക്ക് ദൈവസഭയ്ക്ക് എന്നേക്കുമുള്ളത്. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾക്കോ ദൈവസഭയുടെ ആശയങ്ങൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ ആരാധനാ ക്രമീകരണങ്ങൾക്കോ ഉപദേശങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കോ മാറ്റമില്ല. കാലത്തിനനുസരിച്ച് മാറ്റപ്പെടുന്നതല്ല ദൈവസഭയുടെ ഉപദേശങ്ങൾ. മറ്റുള്ള പലതിനും മാറ്റങ്ങൾ സംഭവിക്കും. എന്നാൽ ഇതിൻ്റെ അകത്ത് ഒന്നും മാറ്റാനായിട്ട് ആരെയും ദൈവം അനുവദിച്ചിട്ടില്ല, മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ഈ വചനം എഴുതിയപ്പോൾ തന്നെ അത് എന്ന് വരെ ഉണ്ടാകും ദൈവസഭ എന്നുള്ളതെല്ലാം കണ്ടുകൊണ്ട് മുൻനിർണയിച്ച് ആണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കാലോചിതമായി കൂടി വന്ന് വീണ്ടും ഇതിനെ തിരുത്തേണ്ട ആവശ്യമില്ല. ഇതുവരെയും ആരും തന്നെ കൂടി വന്നിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളെല്ലാം ഒന്ന് തിരുത്തണം, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് ചില കാര്യങ്ങൾ മാറ്റം വരുത്തണം പറഞ്ഞ് ഇതുവരെയും കൂടി വന്ന് ആരും ചെയ്യേണ്ട ആവശ്യമില്ല. സത്യസഭയ്ക്ക് 1-ാം നൂറ്റാണ്ടിൽ ദൈവദാസന്മാർ അനുവർത്തിച്ച് വന്നിരുന്ന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അനുവർത്തിച്ച് വന്നാൽ മതി. നമുക്കിനിയിപ്പോൾ സുന്നഹദോസ് കൂടി ഇതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതൊന്നും പറയാനില്ല. കാരണം നല്ല അടിസ്ഥാനപരമായിട്ടുള്ള ആർക്കും ഏത് കാലത്തിലും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവസഭയുടെ മാനദണ്ഡങ്ങളോ അടിസ്ഥാന ഉപദേശങ്ങളോ ഒന്നും കാലത്തിനനുസരിച്ച് മാറിപ്പോകേണ്ട ആവശ്യമില്ല. അതെല്ലാം സ്ഥിരമായിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതും മനസ്സിലാക്കണം. ആഗോള സഭയെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അത് ഏത് രാജ്യത്തോ ഏത് സംസ്ഥാനത്തോ എവിടെയാണെങ്കിലും ദൈവസഭയ്ക്കെല്ലാം ഒരു നിയമമേ ഉണ്ടാകാവുള്ളൂ. ഒരിക്കലും പ്രാദേശികമായിട്ടുള്ള ആ ജനത്തോടുള്ള ബന്ധത്തിൽ ഒരിക്കലും ദൈവസഭയെ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് ചേർന്ന് കഴിഞ്ഞാൽ അത് ഇണയെല്ലാപ്പിണ കൂടുന്നതിനുള്ള ബന്ധത്തിലുള്ള രീതിയിലായി പോകും. അപ്പോൾ ഓരോ ദേശത്തിനും ഓരോ രാജ്യത്തിനും ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ആ ഭൗതികമായിട്ട് ദേശത്തിൻ്റെതായിട്ട് പ്രത്യേകത കാണും. എന്നാൽ സുവിശേഷം ഒരിക്കലും അപ്രകാരം ദേശത്തോടുള്ള ബന്ധത്തിൽ ജാതികളുള്ള ബന്ധത്തിലുള്ള യാതൊരു ആചാരങ്ങൾക്കോ അത് കീഴ്പ്പെട്ട് നിൽക്കേണ്ടതല്ല. ദൈവസഭ എപ്പോഴും തനിമ അതിൻ്റെതായിട്ടുള്ള പത്യവചനം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടവരാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ചിന്തകളെ പൊതുമാനദണ്ഡങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 14-ാമത്തെ മാനദണ്ഡമായി പറഞ്ഞിരിക്കുന്നത് ഈ സുവിശേഷീകരണത്തിലെ പ്രധാനമായിട്ടും എന്താണ് നമ്മൾ പ്രസ്താവിക്കേണ്ടതെന്നുള്ളതാണ്. അത് നമ്മുടെ സാക്ഷ്യം കർത്താവിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിലുള്ള സാക്ഷ്യത്തെ വചനത്തെ അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുന്നത്. നമ്മളിപ്പോൾ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുന്നത് ദൈവവചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവവചനത്തെ ഉറപ്പിക്കാതെയുള്ള ഒരു സാക്ഷ്യവും അംഗീകരിക്കപ്പെടാൻ പാടില്ല. ഞാൻ പറഞ്ഞതൊന്നുകൂടെ പറയാം. അടിസ്ഥാന ഉപദേശങ്ങളെ അംഗീകരിക്കുന്ന സ്ഥിരീകരിക്കുന്ന അതിനോട് യോജിച്ചിരിക്കുന്ന സാക്ഷ്യങ്ങൾ ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ പാടുള്ളൂ. അതല്ലാതെ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു വിധത്തിലുള്ളതായ സാക്ഷ്യങ്ങളോ കെട്ടുകഥകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ദൈവസഭയ്ക്കകത്ത് കടന്നു വരാൻ പാടില്ല. സുവിശേഷത്തിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്ന്, അപ്പോസ്തലനായ പൗലോസ് യഹൂദന്മാർക്ക് യേശുവിനെ മശിഹയാകുന്ന ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. യഹൂദന്മാരുടെ അടുത്ത് കൂടുതലൊന്നും പറയണം, അവർക്ക് ദൈവമുണ്ടെന്ന് അറിയാം, എന്നാൽ അവർക്ക് തിരിച്ചറിവില്ല.
ആരാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയി. യേശു ലോകത്തിൽ വന്നപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അവിടെ മറ്റൊന്നും അവിടെ പറയണ്ട. അവർക്കിപ്പോൾ അവിടെ അടുത്ത് യേശുവിനെ അല്ലെങ്കിൽ അവിടെ ദൈവമുണ്ടെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. യഹൂദന്മാരുടെ അടുക്കൽ സുവിശേഷം അറിയിക്കുമ്പോൾ അവർക്ക് ദൈവമുണ്ടെന്നല്ല പഠിപ്പിക്കേണ്ടത്. ദൈവത്തെ അറിയാം. ഏകസത്യ ദൈവം യഹോവയാണെന്ന് അവർക്കറിയാം. എന്നാൽ ഏകരക്ഷകനായിരിക്കുന്ന ക്രിസ്തു ജനിക്കുമെന്നുള്ളത് അവർക്ക് വായിച്ചു പോന്നിട്ട് അറിയാൻ കഴിയാതെ തിരിച്ചറിയാതായിപ്പോയി. എന്നാൽ അവർക്കത് അങ്ങനെയാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ജാതികളുടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വളരെ ശക്തമായി യഹൂദന്മാരുടെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. തെളിവായിട്ട് 17-ാം അധ്യായം 3-ാം വാക്യവും 18-ാം അധ്യായം 9-ാം വാക്യവും വായിക്കുമ്പോൾ നമുക്കതിൻ്റെ തെളിവ് ലഭിക്കുന്നുണ്ട്. 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശുവിനെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യഹൂദന്മാരുടെ മറ്റൊന്നും സംസാരിക്കേണ്ട. എവിടെയെങ്കിലും യഹൂദന്മാരുടെ സുവിശേഷം അറിയിക്കാനുള്ള സാഹചര്യം കിട്ടിയാൽ നമ്മളവിടെ ദൈവം ഉണ്ടെന്നോ മൂന്നാം ലോകമായ യുദ്ധത്തെക്കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരത് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. യഹൂദനോട് സുവിശേഷം അറിയിക്കുമ്പോൾ അവനെ ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല അവിടെ നമുക്ക് പറയാനുള്ളത്. 18-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലും ആ കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 18-ാം അധ്യായത്തിലും അതന്നെ നമുക്ക് കാണാൻ സാധിക്കും. 18-ാം അധ്യായം 7-ാം വാക്യത്തിൽ 5-ാം വാക്യത്തിൽ തിമോത്തിയോസും മക്കെദോന്യയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷം ശുഷ്കാന്തി കൊണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അപ്പോൾ യഹൂദന്മാരുടെ അത് സാക്ഷീകരിക്കാൻ പറ്റുള്ളൂ. നമ്മളെവിടെയെങ്കിലും സുവിശേഷം അറിയിക്കാൻ ചെല്ലുമ്പോൾ അതിനനുസരിച്ച് വേണം സുവിശേഷം അറിയിക്കാനായിട്ട്. ഓരോ ദേശത്തും ചെല്ലുമ്പോൾ അതിനോടനുബന്ധമായിട്ടുള്ള ആ ദേശത്തിൻ്റെ പ്രത്യേകതകൾ എടുത്ത് വേണം പഠിപ്പിക്കാനായിട്ട് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അല്ലാതെ എല്ലായിടത്തും എടുത്ത് ചെന്ന് ഒരുപോലെ ഇതിലുള്ള സുവിശേഷമല്ല. അപ്പോൾ യഹൂദന്മാരോട് പൗലോസ് വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തു എന്നാണ്. യേശു യഥാർത്ഥമായ ക്രിസ്തു എന്ന് സാക്ഷീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സാക്ഷീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ജാതികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവൻ സാക്ഷാൽ ദൈവത്തെയാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ ദൈവത്തെ അറിയാവുന്നവർക്ക്, യഹോവയാം ദൈവം അറിയാവുന്നവർക്ക് അവരെ ദൈവമുണ്ടെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ പഠിപ്പിച്ചത് അവരോട് അറിയിച്ചത് ക്രിസ്തുവാണ്, യേശു എന്നുള്ളത് യേശു ക്രിസ്തുവായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ജാതികളോട് സംസാരിക്കുമ്പോൾ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അവർക്ക് ദൈവം ആരാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ അവിടെ സംസാരിക്കേണ്ടത് ദൈവം ആരാണ് എന്നവർക്ക് വെളിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. 17-ാം അധ്യായം അതിൻ്റെ വാക്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ദൈവം സാക്ഷാൽ ആരാകുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാട് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനാണ് ജാതികളുടെ ഇടയിൽ പൗലോസ് അപ്പോസ്തലൻ അത് ഉപയോഗിച്ചത്. അപ്പോൾ എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം കൂടാതെ അവിടെ മറ്റൊന്നും വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല. അപ്പോൾ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്തുകൊണ്ട് സാക്ഷാൽ ദൈവം ആരാകുന്നു എന്നുള്ളത് വെളിപ്പെടുത്താനാണ് പൗലോസ് അവിടെ ഉപയോഗിച്ചത്. അതിൻ്റെ 17-ാം അധ്യായത്തിൽ നമുക്ക് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ 24-ാം വാക്യത്തിൽ ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയാ ക്ഷേത്രങ്ങളിൽ വാസം. ഞാനിതേക്കുറിച്ച് ഇന്ന് മുഴുവെടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ യേശു ദൈവമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ സാക്ഷാൽ ദൈവം ആരാണെന്നുള്ളത് വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. 17-ാം അധ്യായത്തിൽ 23 ഞാൻ ചുറ്റു നടന്ന് നിങ്ങളുടെ പൂജാസ്ഥലങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവന് എഴുത്ത് ഉള്ള ഒരു വേദിക്കല്ലുണ്ട്. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ പറയാം, നിങ്ങൾ അറിയാതെ പൂജിക്കുന്നതിനെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ ശമരിയാസ്ത്രീയോട് കഥ പറയുമ്പോൾ ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു, നിങ്ങളോ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. അപ്പോൾ ശമരിയ ജാതിക്കാർക്കും മറ്റുള്ള ജാതിക്കാർക്കും നമസ്കരിക്കേണ്ടത് ആരാണ്, ആരാധിക്കേണ്ടത് ആരാണെന്നുള്ള സത്യദൈവത്തെക്കുറിച്ചുള്ള വിവരമില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു രീതിയിൽ കർത്താവ് ശമരിയാസ്ത്രീയോട് സംസാരിച്ചത്. അവരോട് പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെയാണ് നമസ്കരിക്കുന്നത്, ഞങ്ങളോ അഥവാ യഹൂദന്മാരുടെതാണ് രക്ഷ വരുന്നത്. അപ്പം അവിടെ അറിയുന്നതായിരിക്കുന്ന യഹോവയാം ദൈവത്തെയും രക്ഷയാകുന്ന ക്രിസ്തുവിനെയും ശമരിയ ജാതിക്കാരത്തെ ആയിരിക്കുന്ന
ആ സ്ത്രീക്ക് യേശു വെളിപ്പെടുത്തി കൊടുക്കാനിടയെ തീർന്നു. ഇവിടെ പൗലോസ് അതേ രീതിയിൽ തന്നെ തൻ്റെ സുവിശേഷണത്തിൽ താൻ അനുവർത്തിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഈ ദൈവത്തിൽ പതിക്കുന്ന രീതിയിലുള്ള സുവിശേഷണത്തിലേക്ക് ദൈവസഭയൊക്കെ നീങ്ങാമെങ്കിൽ വളരെ മാറ്റങ്ങൾ സുവിശേഷ പ്രവർത്തനം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. അത് ഓരോന്നും എന്താണെന്ന്, യേശു എന്താണ് ചെയ്തത്, എങ്ങനെയാണ് പ്രസംഗിച്ചത്, അതുപോലെ പൗലോസ് ശിഷ്യന്മാർ അവരേത് രീതിയിലാണ് സുവിശേഷം അറിയിച്ചെന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനം ഈ ദിവസങ്ങളിൽ ഓരോ സുവിശേഷകർക്കും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. എന്നാൽ നിങ്ങളറിയാത്തതിനെ പൂജിക്കുന്നു തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ ദൈവം ആരാണെന്ന് അറിയാതെ അവർ ശക്തിയെ പൂജിക്കുന്നു, അറിയാതെ ദൈവങ്ങളെ ആരാധിക്കുന്നു. ആരാണെന്ന് അറിയത്തില്ല, ആരാണ് സത്യദൈവം എന്നറിയാതെ അവരതിനെ അതിനെ പൂജിക്കുമ്പോൾ അത് ആരാകുന്നു എന്ന് സർവശക്തനായിരിക്കും ദൈവത്തെ ജാതികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പൗലോസ് തൻ്റെ സുവിശേഷണത്തിൽ ചെയ്തു പോകുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോൾ സുവിശേഷം അറിയിക്കുന്ന യഹൂദനോട് നമ്മൾ സുവിശേഷം അറിയിക്കാൻ പോകുന്നില്ല. അത് അറിയിക്കേണ്ടവർ ദൈവം അവർ ചെയ്തോട്ടെ. ഞാൻ പറയുന്നത്, നമ്മൾ ജാതികളോട് സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവം ആരാണെന്ന് അവരോട് സ്നേഹത്തിൻ്റെ ഭാഷ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. ആരാണ് യഥാർത്ഥ ദൈവം എന്നുള്ളത്. അത് സംസാരിക്കേണ്ട സമാധാന സുവിശേഷമായിരിക്കണം. അതേക്കുറിച്ച് അടുത്ത പോലെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുവിശേഷത്തിന് പ്രധാനമായിട്ടുള്ളത് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നാമധേയ ക്രിസ്ത്യാനികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരോട് നമ്മൾ അറിയിക്കേണ്ടത് അവർക്ക് സത്യസഭ ഏതാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ യഹൂദന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം, ജാതികൾക്ക് ദൈവമാരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. അതുപോലെ നാമധേയ ക്രിസ്ത്യാനികൾക്ക് സത്യസഭ ഏതാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നീട് നമുക്കറിയാം, ഏകദൈവത്തിലൊക്കെ ആരാധിക്കുന്ന പല ശക്തന്മാരായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ അടുത്ത് വാസ്തവത്തിൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്താണ്? യേശു മരിച്ചടക്കപ്പെട്ട പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെയാണ് ബഹുഭൂരിപക്ഷമുള്ള മറ്റുള്ള ഈ സഭ സ്ഥാപിക്കപ്പെട്ട ശേഷമായി ഉണ്ടായ മതത്തോടൊക്കെ സംസാരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തോടും സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യം അറിഞ്ഞ് വേണം നാം സുവിശേഷം അറിയിക്കാനായിട്ട്. അല്ലാതെ എല്ലാവരോടും ഒരുപോലെ ഉള്ള രീതിയല്ല. നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് ഇഷ്ടം പോലെ അങ്ങ് പറയുകയല്ല ചെയ്യേണ്ടത്. ആ ദേശം അവിടെ ആരാണ്, എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി അതിനോടുള്ള ബന്ധത്തിലായിരിക്കണം സുവിശേഷം ദൈവാത്മാവ് അറിയിക്കുന്നത്. അത് നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിച്ചുകൊള്ളും. ദൈവത്തിൻ്റെ എന്നിടത്തിനാണ് അത് കർത്താവ് ചെയ്യും. പക്ഷേ അത് ഞാനിവിടെ പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ സുവിശേഷം അറിയിക്കാനായിട്ട് നമ്മുടെ 1-ാം നൂറ്റാണ്ടിലെ ദൈവദാസന്മാർ അവരുടെ സമയം ചെലവഴിച്ചത്. പൗലോസ് സുവിശേഷം അറിയിച്ചപ്പോൾ യഹൂദന്മാർ ദൈവം ഉണ്ടെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അവൻ പഠിപ്പിച്ചത് ക്രിസ്തുവാരാന്ന് വെളിപ്പെടുത്തി. അതുപോലെ ജാതികളോട് അടുത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സാക്ഷാൽ ദൈവമാരാണെന്ന് വെളിപ്പെടുത്തിയ ശേഷമാണ് യേശു ക്രിസ്തുവിനെ അവിടെ വെളിപ്പെടുത്തപ്പെട്ടിടയാത്തീർന്നത്. ഇപ്പോൾ നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ അതിൻ്റെ രീതി അനുസരിച്ച് ചെയ്യുമ്പോൾ നാമധേയ ക്രിസ്ത്യാനികളുടെ ഭൂരിപക്ഷമാണ് ലോകത്തിലുള്ളത്. അപ്പോൾ അവരോട് സത്യസഭ ഏതാണെന്നുള്ളതാണ് ദൈവമക്കൾ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതെന്നാണ് നമ്മളടുത്ത് നിന്ന് മനസ്സിലാകുന്നത്. അടുത്ത 15-ാമത്തെ പോയിന്റായിട്ട് നമ്മൾ കാണുന്നത്, ദൈവശുശ്രൂഷ അനുകരിക്കപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ അസൂയയും മത്സരവും ശുശ്രൂഷയ്ക്കെതിരെ വർദ്ധിക്കുമെന്നുള്ള സത്യം മറന്നു കളയരുത്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, അതിന് എതിർപ്പ് ശക്തമായിട്ടുണ്ടാകും. അപ്പോൾ എവിടെ നമുക്ക് ദൈവീയ ശുശ്രൂഷയുടെ ബന്ധത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നുവോ, സഭ അനുഗ്രഹിക്കപ്പെടുമോ, വളരെ ശ്രദ്ധിക്കണം. അവിടെ അസൂയയുടെ ശക്തികൾ എഴുന്നേൽക്കുമെന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് എവിടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നുവോ, നാം അനുഗ്രഹിക്കപ്പെട്ടുവോ, നാം ഒരിക്കലും അവിടെ അതിൽ അനുഗ്രഹത്തിൽ അങ്ങ് നമ്മളത് അതിൽ മതിമറന്നിരിക്കരുത്. അവിടെ ശക്തമായ എതിർപ്പുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ നാം അഭിമുഖീകരിക്കാനുള്ളതായ ദൈവകൃപയും നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. 17-ാം അധ്യായം 4-5 വാക്യങ്ങളാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന പുരുഷന്മാരെ ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി. കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ മുകളിൽ യേശു തന്നെ ക്രിസ്തു തെളിയിച്ച് വിരിച്ചു കൊള്ളുന്നു. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകൾ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. വലിയൊരു കൂട്ടം ദൈവത്തിലേക്ക് വരുന്ന കാണുമ്പോഴത്തേക്ക് അസൂയ ഉണ്ടാകും. അപ്പോൾ ദൈവത്തിൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, ദേശത്ത് അനുഗ്രഹിക്കപ്പെടുമ്പോൾ, സുവിശേഷത്തിന് അനുഗ്രഹമുണ്ടാകുമ്പോൾ
വളരെ സൂക്ഷിക്കണം. അവിടെ അസൂയയും മത്സരവും ശുശ്രൂഷയ്ക്കെതിരെ ഉണ്ടാകും. അത് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നത് തന്നെയാണ്. ദൈവസഭയ്ക്കെതിരെ മറ്റൊന്നും ഉള്ളതുകൊണ്ടല്ല, മറ്റു പലർക്കും ചെയ്യാത്ത കാര്യങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ എങ്ങനെയാണ് ഈ വചനം പറഞ്ഞ് ട്രാക്റ്റ് കൊടുത്ത് കുടുംബങ്ങളെ മറിച്ച് കളയുന്നത്, അല്ലെങ്കിൽ ഈ പ്രസംഗിക്കുമ്പോൾ എങ്ങനെയാണ് പലരും ജാതീയ പശ്ചാത്തലങ്ങളിൽ നിന്ന് മാറുന്നത് എന്നുള്ളത് ചിന്ത പലർക്കും ഉണ്ടാകും. അവർക്കങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഈ സുവിശേഷത്തിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നത് അവർക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇതിൻ്റെ അകത്തടങ്ങിയിരിക്കുന്നത് മനുഷ്യനെ സർവ്വ മനുഷ്യനെ രക്ഷിപ്പാനുള്ള ദൈവത്തിൻ്റെ ദൂതാണെന്നോ, അത് മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ടോ പണം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ അല്ല എന്നുള്ളതും, ആരാണോ മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ്റെ ആത്മാവിൻ്റെ അംശം അവനിലുള്ള ദൈവമായിട്ട് ബന്ധപ്പെടാനുള്ള ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ആത്മാവ് ഉണർത്തപ്പെടുവാൻ വേണ്ടി ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു സാക്ഷ്യമോ ഒരു പാട്ടോ ഒരു സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ ഒരു ട്രാക്റ്റോ അല്ലെങ്കിൽ ദൈവത്തെ ഒരു വാക്യമോ മാത്രം മതി അവൻ്റെ ആത്മാവിനെ കത്തിക്കുവാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, ഒരു വലിയ തീ കത്തിക്കണമെങ്കിൽ വലിയൊരു തീയുടെ ആവശ്യം മതി, ഒരു സ്പാർക്ക് മതി. നമുക്ക് രാവിലെയൊക്കെ ഗ്യാസ് ലൈറ്റർ ഓൺ ചെയ്യുമ്പോൾ അത് ഓൺ ചെയ്തിട്ട് ഒരു ചെറിയൊരു സ്പാർക്ക് കൊടുക്കുമ്പോൾ അന്ന് കുക്ക് ചെയ്യാനുള്ളതായിട്ടുള്ള ആ ബേണർ കത്തുവാനിടയായി തരും. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ഒരു സ്പാർക്ക് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് വീണ് കഴിഞ്ഞാൽ അതവിടെ ശക്തമായി വ്യാപരിക്കുകയും അത് പ്രകാശമായി തീരുകയും ചെയ്യും. അതാണ് സുവിശേഷീകരണം. അതല്ലാതെ സുവിശേഷീകരണം എന്നുള്ളത് നമ്മുടെ പ്രസംഗത്തിൻ്റെ വൈഭവം കൊണ്ടോ ശക്തി കൊണ്ടൊന്നും അല്ല. ഒറ്റ മെസ്സേജിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചനം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അത് സ്പാർക്കായി വചനം അത് ചെന്ന് കഴിഞ്ഞാൽ വേഗത്തിൽ അത് പ്രകാശമായി തീരുവാനിടയായി തീരും. അതാണ് സുവിശേഷീകരണം. അതല്ലാതെ ഇതിൻ്റെ അകത്ത് നമ്മൾ മറ്റൊന്നും ചെയ്യുന്നില്ല. ദൈവവചനം അത് ജീവനെ രക്ഷിക്കുന്നതാണ്, മനുഷ്യനെ സമാധാനത്തിലേക്ക് നയിക്കുന്നതാണ്, അവന് ജീവൻ പകരുന്നതാണ്. ആ വചനം പ്രസംഗിക്കുമ്പോൾ ആരുടെയെങ്കിലും ഹൃദയത്തിലേക്ക് ആ വചനത്തിൻ്റെ ഒരു അംശം വീണ് കഴിഞ്ഞാൽ അതവിടെ പ്രകാശമായിത്തീരുന്നതാണ് സുവിശേഷീകരണവും ജീവിതത്തെ രക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും അറിയാത്തവരാണ്. അവർ വിചാരിക്കുന്നതൊക്കെയും മറ്റെന്തോ വഴികളിലൂടെ അല്ലെങ്കിൽ പലരെയും പ്രലോഭിപ്പിച്ചൊക്കെയാണ് അത് കൊണ്ടെന്നുള്ള രീതിയിലുള്ളതുകൊണ്ടാണ് മത്സരാസുകളുടെ യഹൂദന്മാർ വിചാരിച്ചു, ഇങ്ങനെ ഇവർ പ്രസംഗിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയ ആൾക്കാർ ഇതിനകത്ത് വന്ന് ചേരുന്നത്. ഭക്തിയുള്ള യവനന്മാരിൽ വലിയ കൂട്ടവും മാന്യസികൾ അനേകരും വിശ്വസിച്ചു. ഒറ്റ പ്രസംഗം അവിടെ ചെന്ന് പൗലോസ് പ്രസംഗിക്കുമ്പോൾ, ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവരത് വിശ്വസിക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് യഹൂദന്മാർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ വിചാരിച്ചു, ഞങ്ങൾ ഈ ശബത്തോറും ഇങ്ങനെ എല്ലാ ദിവസവും വായിച്ചിട്ടും പള്ളി വന്നിട്ടും പറഞ്ഞിട്ട് ആരും അങ്ങനെ വരുന്നില്ലല്ലോ. അവരോടത് പറഞ്ഞിട്ടുമില്ല. അവരെ ജാതികളെ ചേർക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ ദൈവം പുതിയ നിയമസഭയെ കമ്മീഷൻ ചെയ്തിരിക്കുന്നത് സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിച്ച് അവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സുവിശേഷകരെ അവിടെ വായെ ഉപയോഗിക്കുന്നത്. അവിടെ വായ തുറന്ന് സംസാരിക്കുമ്പോൾ അത് കേൾക്കേണ്ട ഹൃദയങ്ങൾ വചനം വീഴുകയും അനേക രക്ഷയിലേക്ക് കടന്നു വരികയും ചെയ്യും എന്നുള്ളത് നാം മനസ്സിലാക്കുക. പക്ഷെ അതോടൊപ്പം തന്നെ ഉപദ്രവങ്ങൾ, കഷ്ടതകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണെന്നുള്ളതും ഇന്ന് രാത്രി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 16ാമത്തെ പോയിന്റ്, ക്രിസ്തുയേശുവിൻ്റെ മരിച്ചുടയെന്നുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള സുവിശേഷീകരണം. അതൊരു നവീന ഉപദേശമായിട്ടാണ് എന്നെ വീക്ഷിക്കാറുള്ളത്. ശരിയാണ്, ഇതൊരു പുതിയ ഉപദേശമാണ്, അതുവരെയും ഇല്ലാത്തത്. അപ്പോൾ ഇന്ന് വരെ സംഭവിക്കാത്തൊരു കാര്യമാണ് നവീന ഉപദേശം, പുതിയ ഉപദേശം. അത് 17-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. അഥേനയിൽ പൗലോസ് സംസാരിക്കുന്ന ആ പ്രസംഗത്തിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. എപ്പിക്യൂര്യരും സ്തോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു. വിടുവാൻ എന്ത് പറവാൻ പോകുന്നുവെന്ന് ചിലരും, അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിച്ചുകൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നതിനെന്ന് തോന്നുന്നുവെന്ന് മറ്റു ചിലരും പറഞ്ഞു. പിന്നെ അവനെ പിടിച്ച് അരയോപ കുന്നിന്മേൽ കൊണ്ടുവന്ന്, നീ പ്രസ്താവിക്കുന്ന ഈ നവീന ഉപദേശം ഇന്നതെന്ന് ഞങ്ങൾക്ക് അറിയാമോ? ഒരു പറയാണ്, നീ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുമോ? ആരോ മരിച്ചെന്നും ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്നെന്നും വരുമെന്നും ഒക്കെ പറയുന്ന പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയാമോ? അപ്പോൾ അത് പറഞ്ഞപ്പോൾ, നീ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നവല്ലോ, നീ ചില അപൂർവ കാര്യങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നത്. അപ്പോൾ കിട്ടുന്ന സാഹചര്യത്തിൽ യേശുവിനെ പ്രസംഗിക്കുകയാണ്. ഇപ്പോൾ ജാതിയുടെ ഇടയിൽ യേശുവിനെ പ്രസംഗിക്കാൻ വേണ്ടി അവർ സംസാരിക്കണം, അവരിടപെടണം. അപ്പോൾ ക്രിസ്തുവിനെ പ്രസംഗിച്ച് യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവിടെ യേശു ക്രിസ്തുവാണ്
സാക്ഷാൽ ദൈവം വന്ന് അവിടെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോസ്തലൻ പൗലോസ് ആ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പൗലോസ് പരദേശികളും പൗലോസ് അരോപയോഗ മധ്യം നിന്ന് അവരോട് പറഞ്ഞത്, അതേന പുരുഷന്മാരെ നിങ്ങളെല്ലാവരിലും, അത് മറ്റൊരു രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവനോട് വിളിച്ച് നീ പറയാൻ നവീന ഉപദേശം എന്താ, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അവരിവനെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അവൻ്റെ പ്രസംഗം ആരംഭിക്കുന്ന 22 വാക്യം, അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മറ്റുള്ളവരുടെ അജ്ഞതകളെയും അന്ധവിശ്വാസങ്ങളെയും കുറിച്ച് പരസ്യമായി പ്രസ്താവിച്ച് ഒരിക്കലും സമൂഹത്തിൽ പ്രകോപനം സൃഷ്ടിക്കരുത്. നമ്മൾ ഒരിക്കലും ഒരു ദേശത്തും ചെന്നിട്ട് അവരെ അവഹേളിച്ചുകൊണ്ട് ഒരു കാര്യം പോലും പറയാൻ പാടില്ല. അത് സമാധാന സുവിശേഷമല്ല. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ സത്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഞാൻ സത്യം മാത്രം വിളിച്ചു പറയുന്നത് സത്യം പറയുന്നതുകൊണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയാം, സത്യം പറയുന്നത് നല്ലതാണ്. പക്ഷെ എങ്ങനെ സത്യം പറയേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ സത്യം മാത്രം പറയുന്നതാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം തകർന്നു പോകും. സത്യം മാത്രം പറയുന്നവരാണെങ്കിൽ സഭയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല. സത്യം മാത്രം പറയുന്നവരാണെങ്കിൽ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല. അപ്പം പിന്നെ പറയും സത്യം പിന്നെ നുണ പറയണമെന്നിരിക്കും. എന്നാൽ ദൈവം ഇത് പറയുന്നത് അറിയാമോ? സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തുവിൻ്റെ തലയോളം വളരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സത്യം സംസാരിക്കേണ്ടത്? ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാവുന്ന എല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നങ്ങളായിരിക്കും. കുഞ്ഞുങ്ങളോട് ജീവിക്കാൻ പറ്റത്തില്ല, ഭാര്യയോട് അത് പ്രയാസമാണ്. എന്നാൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. സത്യം സംസാരിച്ച് വഴക്കുണ്ടാകാനോ സത്യം സംസാരിച്ച് പ്രശ്നമുണ്ടാകാനോ ഉള്ളതല്ല ദൈവിക സുവിശേഷം. പലരും സത്യം മാത്രം പറയുന്ന അനേകർക്ക് അബദ്ധം പറ്റും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് എവിടെയാണ് സത്യം എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. നമ്മൾ മൗനമായിരിക്കേണ്ട സ്ഥലങ്ങളിൽ മൗനമായിട്ടിരിക്കണം. പല സഭകളിലും ചിലർ പ്രശ്നം ഉണ്ടാക്കാൻ കാണും, ഞാൻ സത്യമേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ പൊതുവിൽ നിന്ന് വിളിച്ച് പറയും സത്യമാണ്, ശരിയാണ്, പക്ഷെ സ്നേഹത്തിൽ നിന്നല്ല, അത് വൈരാഗ്യത്തിൽ നിന്നോ മത്സരത്തിൽ നിന്നോ ഒക്കെ പറയുന്ന കാര്യങ്ങളാണ്. സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. സ്നേഹത്തിൽ നിന്നാണ് സത്യം സംസാരിക്കേണ്ടത്. സ്നേഹത്തിൽ സത്യം സംസാരിക്കുമ്പോൾ അത് പക്വതയോടും പരിചാരത്തോടും കൂടിയേ പറയുകയുള്ളൂ. എന്നാൽ ഇന്ന് അനേകര് ശത്രു വഞ്ചിച്ചിരിക്കുന്നത് സത്യം പറയുമെന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞ് എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നൊരു വിഷയം അത് സത്യമാണ് എനിക്കറിയാം. എന്നാൽ അത് മുഖാന്തരം ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ പ്രശ്നമുണ്ടാകുമെങ്കിൽ ഞാനത് വിളിച്ചു പറയാൻ പാടില്ല. അങ്ങനെയെല്ലാം വിളിച്ചു പറയാവുന്നതല്ല ജീവിതത്തിനകത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സത്യം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ചില സ്ഥലങ്ങളിൽ നാം മൗനമായിട്ടിരിക്കണം. കാരണം അത് സത്യമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ടാകും, പ്രകോപനമുണ്ടാകും, വിഷയമുണ്ടാകുമെങ്കിൽ നമ്മളവിടെ വളരെ പരിജ്ഞാനത്തോടെ വേണം ഇടപെടുവാൻ വേണ്ടി. ഇങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ ദുഷ്ടം തരും. അത് കഴിയുമ്പോഴാണ്, അങ്ങനെ പറയുമ്പോഴാണ് ശരിയാ അദ്ദേഹം പറഞ്ഞ സത്യമാണ്, പരസ്യമായിട്ട് സഭയ്ക്കകത്തുണ്ട്, സത്യം പറഞ്ഞു ശരിയാ, പുള്ളി പറഞ്ഞു ശരിയാ, അല്ലെങ്കിൽ ആ സഹോദരി പറഞ്ഞു ശരിയാ. പക്ഷേ അത് സ്നേഹത്തിൽ നിന്ന് സംസാരിച്ചതല്ല. അത് കുടുക്കായി മാറും, കെണിയായി മാറും, പ്രശ്നമായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമുക്കൊക്കെ പ്രസംഗിക്കാം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് 3.5 വർഷം സൂക്ഷിച്ച് ചെയ്തപ്പോൾ യേശു അന്ന് ലോകത്തുണ്ടായിരുന്ന ഒരു സഭയെക്കുറിച്ചും ഒരു മതങ്ങളെക്കുറിച്ചും പ്രസംഗിച്ചില്ല. ക്രിസ്തു വരുമ്പോൾ എത്രയോ മതങ്ങളുണ്ടായിരുന്നു, എത്രയോ കാര്യങ്ങളുണ്ടായിരുന്നു, എന്തെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതേക്കുറിച്ചൊന്നും യേശു പ്രസംഗിച്ചില്ലല്ലോ, യേശു ഒന്നും പറഞ്ഞില്ലല്ലോ. ആ സുരേബ്യക്കാരി സ്ത്രീയോട് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം അവളെ അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ, അവളോട് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം യേശു പറഞ്ഞു എന്നെ അയച്ചത്, ഞാനത് കഴിഞ്ഞ ദിവസം ഞാൻ ചിലരോട് പറയാനിടയാത്തത്. കാരണം സുരേബ്യക്കാരി സ്ത്രീയെ അതുപോലെ താഴ്ത്തി അവളുടെ മനസ്സിലുള്ള വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ദൈവത്തിന് മഹത്വം ലഭിക്കുകയുള്ളൂ. ദൈവത്തിന് മഹത്വം അല്ലെങ്കിൽ വന്നു അവിടെ കുഞ്ഞിനെ സൗഖ്യമാക്കി വിട്ട് കഴിഞ്ഞാൽ അവൾ മടങ്ങിപ്പോൾ ആരാന്നറിയത്തില്ല. കർത്താവ് ഞാൻ എൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വിഷയം മറുപടി കിട്ടത്തില്ല. കിട്ടിയാൽ ആ ദൈവത്തിന് മഹത്വം കിട്ടാത്ത കാര്യം ദൈവം ചെയ്യത്തില്ല. അതുകൊണ്ട് ആരും വിചാരിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും മറുപടി കിട്ടും എന്നുള്ള വിചാരിക്കരുത്. ദൈവത്തിന് അത് മഹത്വം കിട്ടുമെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ സുരേബ്യക്കാരി സ്ത്രീയെ ദൈവ സൗഖ്യമാക്കുമ്പോൾ അവൾ വന്നു ആവശ്യപ്പെടുമ്പോൾ തന്നെ ശിഷ്യന്മാർ പറഞ്ഞു അവളുടെ മകളെ സൗഖ്യം, നമ്മളെ പുറകെ നടക്കുന്നത് പറഞ്ഞു. കർത്താവ് പറഞ്ഞു അല്ല, അങ്ങനെ സൗഖ്യമാക്കി വിട്ടാൽ അവൾ ആരാണ് ദൈവം എന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവളെ താഴ്ത്തി പരീക്ഷിച്ചു, അവൾ വിനയപ്പെട്ടു. അത് പറഞ്ഞു നായ്ക്കുട്ടികളും മേശയിൽ നിന്ന് വീഴുന്നത് തിന്നുന്നുണ്ടല്ലോ യജമാനനെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ടാണ് ദൈവത്തിന് മഹത്വം കിട്ടാത്ത ഒരു കാര്യങ്ങളിലും
നമുക്ക് നിർബന്ധിക്കാൻ പാടില്ല. നമുക്ക് നിർബന്ധിച്ച് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. അത് ദൈവത്തിന് മഹത്വമാണെങ്കിൽ മാത്രമേ ആ വിഷയത്തിന് പ്രാർത്ഥനയ്ക്ക് മറുപടി സ്വർഗം തരികയുള്ളൂ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നാം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നത്. ദൈവഹിതമാണെങ്കിൽ നിറവേറട്ടെ, ദൈവഹിതമാണെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ കർത്താവേ നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെങ്കിൽ അത് ചെയ്യണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അതല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവനാമമഹത്വത്തിന് വേണ്ടി. അപ്പോൾ ഇവിടെയും ഈ സുവിശേഷം അറിയിക്കുമ്പോൾ അത് ദൈവനാമ മഹത്വമായി തീരുവാൻ വേണ്ടിയാണ് നമ്മളത് സംസാരിക്കേണ്ടത്. അത് സംസാരിക്കുമ്പോൾ യേശു പ്രസംഗിച്ചത് കർത്താവിടെ പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കർത്താവ് ആരെയും അതിനു മുമ്പ് എത്രയോ മതങ്ങളുണ്ടായിരുന്നു, അതേക്കുറിച്ചൊന്നും യേശു എടുത്ത് പറഞ്ഞു. കർത്താവ് ഒറ്റ വാക്യത്തിലെല്ലാം തീർത്തു. എനിക്ക് മുമ്പ് വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. അത്ര ഒറ്റ വാക്കിൽ കർത്താവ് തീർത്തു. അപ്പം ആ ഒരു വചനത്തെ എടുത്ത് പ്രസംഗിച്ചാൽ പ്രകോപനമാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് മുമ്പ് വന്നവരെല്ലാവരും കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആരെല്ലാം രക്ഷിക്കാമെന്ന് പറഞ്ഞു വന്നോ, മനുഷ്യൻ രക്ഷിക്കാമെന്ന് പറഞ്ഞു വന്നു. നവോത്ഥാനങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്. നവോത്ഥാനങ്ങളോ അതേക്കുറിച്ചല്ല കഥ പറഞ്ഞത്. അത് ഓരോ രാജ്യത്തും ഉണ്ടാകുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അതല്ല കഥ. ആത്മീയമായിട്ടുള്ള വിഷയത്തിൽ പറയുമ്പോൾ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞു വന്നാൽ അതൊക്കെ വന്നത് തെറ്റാണ്, അതൊന്നും ശരിയല്ല. കഥ അത് വിവരിച്ചില്ല, നമ്മളും വിവരിക്കേണ്ട ആവശ്യമില്ല. യേശു വിവരിക്കാത്ത നമ്മളും വിവരിക്കേണ്ട. കഥ അവിടെ പറഞ്ഞു പോയ വിഷയം നമ്മൾ അത് അവിടെ അങ്ങനെ തന്നെ കിടക്കട്ടെ. നമ്മൾ പ്രസംഗിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ അജ്ഞതകളെയും അന്ധവിശ്വാസങ്ങളെയും കുറിച്ച് പരസ്യമായി പ്രസ്താവിച്ച് ഒരിക്കലും സമൂഹത്തിൽ ഇങ്ങനെ പ്രസംഗിക്കാതെ ഇരുന്നിട്ട് തന്നെ കലവ് വടിയിടിയാക്കിയത് പൗലോസിനെ കിട്ടിയത്. അവൻ അത്രയും പരിജ്ഞാനത്തോടുകൂടി സംസാരിച്ചിട്ടും അസൂയയും പിണക്കവും പകയും മുഖാന്തരമായിട്ട് യഹൂദന്മാർ പുറകെ നടന്ന് അവൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും ഒടുക്കി കളയാൻ വേണ്ടി നടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവനവിടെ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്. അവരെ ആദ്യമായി അവരുടെ അജ്ഞതയെ ഒരിക്കലും അവഹേളിക്കല്ല ചെയ്തത്, അവർ നല്ലവരാണെന്ന് അവരോട് സംസാരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള ആരെയും അവഹേളിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും മര്യാദയോടുകൂടി വളരെ ഒരു സ്നേഹത്തിൻ്റെ പക്വതയുള്ള പരിജ്ഞാനത്തോടു കൂടിയുള്ള സുവിശേഷീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ട് മയക്ക് വെച്ച് കെട്ടി സത്യം വിളിച്ച് പറയരുത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് വീട്ടുകളിൽ പരസ്യമായി നിങ്ങളോട് രഹസ്യമായി പറഞ്ഞത് പുരമൂളിൽ ഘോഷിക്കാൻ പറഞ്ഞു. എൻ്റെ അർത്ഥം എന്താ അറിയാവോ? യേശു ലോകത്തിൽ വന്ന് ഇവിടെ അന്നത്തെ ഗവൺമെൻറ് അട്ടിമറിക്കാനോ ഒന്നുമല്ല ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അവിടെ കർത്താവ് പറഞ്ഞത് ഇവർക്കൊക്കെ സംശയം കാണും. യേശുവിനെ പിടിച്ച് ചോദിച്ചു, അവൻ്റെ ശിഷ്യന്മാരുടെ ഉപദേശത്തെക്കുറിച്ച് ചോദിച്ചു. കർത്താവ് നേരത്തെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് വീട്ടിൽ വെച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മരിച്ചടക്കൂട്ട് ഉയർത്തിയതിനു ശേഷമായി നിങ്ങൾ പരസ്യമായി പ്രസ്താവിക്കുക. അങ്ങനെ ഞാൻ മൈക്ക് കണ്ടുപിടിച്ചത്. നമുക്കറിയാം, ലൗഡ് സ്പീക്കറും ഈ മൈക്കിൻ്റെ കോളാമ്പിയൊക്കെ കണ്ടുപിടിച്ച് മോളി വെച്ചത് കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ നിവൃത്തീകരണമാണ്. ഞാൻ നിങ്ങളോട് വീടുകളിൽ വെച്ച് പറഞ്ഞത് നിങ്ങൾ പരസ്യമായി ഘോഷിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം യേശു പറഞ്ഞ മരിച്ചടക്കം ഉയർത്തിയതിനു ശേഷം പുനരുത്ഥാന ശേഷമായി നിങ്ങൾ ഘോഷിച്ചോണം. ഞാനതേ പറഞ്ഞുള്ളൂ. യേശു ഒരിക്കലും ഒരു മതത്തെക്കുറിച്ചോ അവരെ ഇങ്ങനെ ചെയ്യണമെന്നോ അവർക്കെതിരായിട്ട് ഇങ്ങനെ പ്രസംഗിക്കണമെന്നോ അല്ലെങ്കിൽ രാജ്യത്തെ അട്ടിമറിക്കണമെന്നോ കഥ പറഞ്ഞിട്ടില്ല. ദൈവസഭ അത് ചെയ്യത്തില്ല ഒരിക്കലും. നമ്മളൊരിക്കലും രാജ്യത്തെ അട്ടിമറിക്കാനോ പണ്ട് സംവിധാനത്തെ എതിരായി നിൽക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും മറിച്ചിടാനോ ഏതെങ്കിലും മതങ്ങളെ ഇല്ലാതാക്കാനോ ഒന്നും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന സുവിശേഷം സത്യസുവിശേഷം വിളിച്ചു പറയുന്നു. എന്താണ് സുവിശേഷം എന്നുള്ളതും അത് സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കട്ടെ, അല്ലാത്തവർ സ്വീകരിക്കേണ്ട. പക്ഷെ ഇത് പറയാനുള്ള യോഗ്യത നമുക്കുണ്ട്. ഓക്സിജൻ എല്ലാവർക്കും വേണം. ഒരാൾ വിചാരിക്കുക എനിക്ക് ഓക്സിജൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് മൂക്കടച്ചു പിടിക്കുകയാണെങ്കിൽ അവൻ കിടന്ന് തത്രപ്പെടട്ടെ, അവൻ അനുഭവിക്കട്ടെ. അതേ ഉള്ളൂ. ദൈവം തന്നിരിക്കുന്ന രക്ഷ അത് സാർവത്രികമാണ്. അപ്പം എനിക്ക് ഓക്സിജൻ വേണ്ട, ദൈവം തന്നിരിക്കുന്ന ഓക്സിജൻ എനിക്ക് വേണ്ട എന്ന് നിർബന്ധം. എനിക്ക് ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരാൾ അവൻ വിചാരിക്കും എനിക്ക് ഓക്സിജൻ വേണമെന്ന് വിചാരിച്ച് ജീവിക്കാൻ പറ്റുമോ? സാധിക്കത്തില്ല. അതുപോലെ ക്രിസ്തു എന്നത് ജീവൻ്റെ ഓക്സിജനാണ്, നിത്യജീവൻ്റെ ഓക്സിജനാണ്, ജീവവായുവാണ് യേശു എന്ന നാമം. അതാർക്കെങ്കിലും വേണ്ടെങ്കിൽ വേണ്ട, അവരായിരിക്കും അവസാനം കൈകാലിട്ടടിക്കാൻ പോകുന്നത്. നല്ലത് അറിയിക്കേണ്ടത് ദൈവകൃപയാൽ നമ്മുടെ ദൗത്യമാണ്. നാം ഒരു കാലത്ത് അറിയാത്തവരായിരുന്നു. ഏതാണ് സത്യസഭയെന്ന് സത്യം അറിയാത്തവരായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളുടെ കണ്ണുകൾ തുറന്നു കിട്ടി. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുമ്പോൾ അവഗണനയോടോ പരസ്യമായിട്ടുള്ള നിന്ദയോടോ ഒരിക്കലും സുവിശേഷം പറയാതെ സ്നേഹത്തിൽ എങ്ങനെയെങ്കിലും അവരുടെ ജീവനെ വിടിവിക്കാൻ വേണ്ടിയുള്ള സ്നേഹത്തിൻ്റെ സന്ദേശം, സമാധാന സുവിശേഷമായിരിക്കണം നാം കൈമാറേണ്ടത്. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസൂടെ പറഞ്ഞിരിക്കുന്നത്, അതേ പുരുഷന്മാരെ നിങ്ങളെല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു.
എന്നിട്ട് പറയുകയാണ്, ഞാൻ ചുറ്റും നടന്ന് നിങ്ങളുടെ പൂജാസ്ഥലങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവനെന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കും. മറ്റൊന്നും പറഞ്ഞില്ല. നിങ്ങൾ അറിയാതെ അജ്ഞാത ദേവന് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല ആരാണ് യഥാർത്ഥ ദേവൻ, യഥാർത്ഥ ദൈവം ആരാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് യഥാർത്ഥ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി. അതാണ് ഫോക്കസ് ചെയ്തത്. തുടർന്നുള്ള ഭാഗം ഞാൻ മൊഴിയെടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നത്. ഈ പോയിന്റ് പറഞ്ഞു പോയി നമുക്ക് തുറന്ന് പോകണമല്ലോ. ഇനി അതേക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന താല്പര്യമുള്ളവർക്ക് വായിച്ചാൽ മതി. ദേവസ്വന്മാർ എങ്ങനെയാണ് അത് ഉപയോഗിച്ചെന്നുള്ളപ്പം സൃഷ്ടിക്കാൻ പാടില്ല. ചിലരൊക്കെ സുവിശേഷ പ്രസംഗത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിയും ബഹളമായി പ്രശ്നങ്ങളായിത്തീരും. ഞാൻ പറഞ്ഞല്ലോ, സത്യം നമ്മൾ പറയുമ്പോൾ സത്യമായി പറയേണ്ടത്, സത്യം വിളിച്ചു പറയുമ്പോൾ അത് സ്നേഹത്തിൽ നിന്നായിരിക്കും സത്യം പറയേണ്ടത്. ഒരിക്കലും നമ്മൾ സംസാരിച്ചിട്ട് പ്രകോപനമുണ്ടാക്കാൻ പാടില്ല. അങ്ങനെയുള്ള സുവിശേഷീകരണം അത് ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നതല്ല. അത് നമ്മുടെ മത്സരത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ എടുത്തുചാട്ടത്തിൽ നിന്നോ നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള ദൈവദാസന്മാർ ചെയ്തതും എൻ്റെ കർത്താവ് കാണിച്ചതും മാതൃകയും അനുസരിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആരെയും വിമർശിക്കാനോ ചെയ്യുന്നത് തെറ്റാണെന്നോ പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എന്നാൽ ദൈവാത്മാവിൽ ഇത് മനസ്സിലാക്കിയെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്ന കാര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതല്ല, അങ്ങനെയല്ല. അത് ചെയ്യാമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്യുക. അതിൻ്റെ അനുഭവവും തിക്താനുഭവവും എല്ലാവരും കൂടി അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതും ഞാൻ പറയുന്നു. ബാക്കിയുള്ളത് ഞാൻ വിട്ടുതരുന്നു. അപ്പോൾ ഈ അവസരം ലഭിക്കുമ്പോൾ, പിന്നെ നമ്മൾ സത്യം പറയുന്നല്ല, അവസരം ലഭിക്കുമ്പോൾ അങ്ങനെയുള്ളവരോട് സ്നേഹത്തിൽ സംസാരിച്ച് സത്യത്തെ വെളിപ്പെടുത്തുന്നതാണ് സമാധാന സുവിശേഷമുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരാളെ കാണുമ്പോൾ അവരെ അവഹേളിക്കുകയോ പരസ്യമാക്കി കളിയാക്കുകയോ ചെയ്യാതെ സ്നേഹത്തിൽ ഇടപെട്ട് നോക്കിക്കുക. ഇന്ന് രാത്രിയിൽ നമ്മൾ വ്യാപരിക്കുന്ന ദൈവസ്നേഹമാണെങ്കിൽ ആ ദൈവസ്നേഹത്തിലുള്ള ശുശ്രൂഷ അനേകം മനസ്സിലാക്കാൻ സാധിക്കും. അതേ വിഷമിക്കുന്ന ഒരാളുടെ വേദന അവിടെ വരുമ്പോൾ അവരെ നമ്മൾ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ നമ്മൾ അവരെ അവരെ നിർബന്ധിച്ച് അവരെ രക്ഷിക്കപ്പെടുത്തുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. നമ്മുടെ സ്നേഹത്തിലൂടെ അവരെ ദൈവസ്നേഹം വെളിപ്പെടുത്തി കൊടുക്കണം. ആര് ചോദിച്ചാലും പ്രാർത്ഥിക്കണം. ആര് നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടാലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാകണം ദൈവസ്നേഹമെന്ന്. അത് ദൈവത്തിൽ നിന്നൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സമയത്ത് അവരെ കൊണ്ടുവന്നോളും. ദൈവാതിശയം പ്രവർത്തിക്കും, കർത്താവിനൊപ്പം തന്നെ പ്രവർത്തിക്കും. അപ്പം സ്നേഹത്തിൽ സംസാരിച്ച് സത്യത്തെ വെളിപ്പെടുത്തുന്നതാണ് സമാധാന സുവിശേഷമുള്ളതെന്നുള്ളത് ഓരോ സുവിശേഷകരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാകുന്നു. 18ാമത്തെ പോയിന്റ്, ഭൂമിയിലെ സകല മനുഷ്യരും ഒരുവിൽ നിന്നുളവായി എന്ന സത്യം വിളിച്ചറിയിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ സുവിശേഷിക്കുമ്പോൾ അത് വിളിച്ചറിയിക്കേണ്ടത് നമ്മളെല്ലാ സഹോദരന്മാരാണ്. ഒരുവിൽ നിന്നാണ് ഭൂമിയിലെ സകല വംശവും ഉണ്ടായത്. അല്ലാതെ പ്രത്യേകമായിട്ടുള്ള ആരും ഉണ്ടായിട്ടുള്ള ജാതികളൊക്കെ തിരിഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ചരിത്രം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതേക്കുറിച്ചുള്ള ചരിത്രം അറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് ഭാഷ ഉണ്ടായത്, എങ്ങനെയാണ് വിവിധ മതങ്ങളുണ്ടായത്. പഴയ പുരാതന ലോകത്ത് അതൊന്നും ഇല്ലായിരുന്നു. അന്ന് അതിനുശേഷമായിട്ട് ഇപ്പോഴത്തെ ലോകത്തിലാണ് ഭാഷ കലങ്ങിയത്, മതങ്ങളായിട്ടുണ്ടായത്, പല ആചാരങ്ങൾ വന്നത്. അതേക്കുറിച്ചുള്ള സവിസ്തരമായ കാര്യങ്ങൾ ദൈവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായെന്നറിയാം. പക്ഷെ എന്നാൽ എല്ലാവരും തുടങ്ങിയത് ഇന്ന് ഈ ലോകത്തിൻ്റെ ഭൂഖണ്ഡങ്ങളിൽ എവിടെയെല്ലാം മനുഷ്യനുണ്ടോ ഏകദേശം 700 കോടിയിലധികമുള്ള മനുഷ്യൻ മുഴുവനും ഒരുവൻ നിന്നുളവായി എന്നുള്ളത് സത്യമാണ്. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17-ാം അധ്യായം അതിൻ്റെ 26-ാം ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനെന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവിടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. പൗലോസ് വിളിച്ചു പറയുക, നമ്മളെല്ലാം സഹോദരന്മാരാണ്. നിങ്ങളറിയാതെ പൂജിക്കുന്നു, എന്നാൽ ഞങ്ങൾ അറിഞ്ഞു. എനിക്കും തിരിച്ചറിവില്ലായിരുന്നു. ഞാനും ഈ പ്രസ്ഥാനത്തെതിരെ നടന്നവനാ. എന്നാൽ എനിക്ക് ദൈവം മനസ്സിലാക്കി തന്ന ആരാണ് യേശു എന്ന്. മരണത്തെ ജയിച്ചതിന് ക്രിസ്തു, അവന് മാത്രമേ ദൈവമാകാൻ കഴിയത്തുള്ളൂ, മനുഷ്യൻ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. അവനാണ് സാക്ഷാൽ ദൈവമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഒരുവനിൽ നിന്ന് ഉള്ള സത്യം വിളിച്ചറിയുന്നതോടൊപ്പം യേശു എന്ന ഏകനിലൂടെ മാത്രമേ ആത്മരക്ഷ കരസ്ഥമാക്കുവാൻ സാധിക്കുള്ള സത്യം സമൂഹങ്ങളിൽ സന്ദർഭോചിതമായി വെളിപ്പെടുത്തി കൊടുക്കേണ്ടതുമാകും. നമ്മൾ അത് മനുഷ്യൻ ഏക മനുഷ്യനാണ്. ഒന്നാം മനുഷ്യനിലൂടെയാണ് സകല മനുഷ്യരും ലോകത്തിൽ ജനിച്ചതെന്നും ഒന്നാം മനുഷ്യൻ്റെ പാവം മുഖാന്തരമായി സകല മനുഷ്യരും പാവികളായി തീർന്നതെന്നും എന്നാൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന ക്രിസ്തു മുഖാന്തരം പാവമില്ലാത്ത രക്തം പരിഹാരമായി തന്നുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്നെ രക്ഷിപ്പാനായി തൻ്റെ പുത്രനെ അയച്ച് രക്ഷയുടെ മാർഗം ഒരുക്കി തന്നു. അതാണ് രക്ഷ എന്നുള്ളതുമാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അത് നമ്മൾ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ
ഒരു മനുഷ്യനിലൂടെ സകല മനുഷ്യനും ഉണ്ടായെന്നുള്ളതും, അതിനകത്ത് ജാതി മത വർഗ വംശ വ്യത്യാസങ്ങളൊക്കെ പിന്നിലുണ്ടായെന്നുള്ളതാണെന്നും ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുള്ളതും പുതിയ നിയമത്തിൽ അത് ക്രിസ്തുവാകുന്ന യേശു മനുഷ്യവംശത്തെ രക്ഷിപ്പാനായിട്ട് അവൻ ഭൂലോകത്തിൽ വന്നു എന്നുള്ളതും നമ്മൾ സമൂഹത്തിൽ സന്ദർഭോചിതമായി സ്നേഹത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതാകുന്നു. 10ാമത്തെ പോയിന്റ്, ദൈവം എന്നത് കേവലം മനുഷ്യ സാങ്കല്പമല്ല, യാഥാർത്ഥ്യമാണെന്നുള്ള ബോധം സുവിശേഷത്തിലുള്ള മറ്റുള്ളവരിലേക്ക് പകരപ്പെടേണ്ടതാകുന്നു. ഇത് വളരെയധികം അവരോട് സ്നേഹത്തിൽ സംസാരിച്ച് അവിടെ സംസാരിക്കുകയാണ്. അത് പൗലോസ് അത് വളരെ നയത്തോടുകൂടി വളരെ പരിജ്ഞാനത്തോടുകൂടിയാണ് അവിടെ സംസാരിച്ചത്. അവിടെ സംസാരിച്ചപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, എല്ലാവരും കേൾക്കുന്ന രീതിയിൽ, ആരും എതിരുണ്ടാകാത്ത രീതിയിൽ അവൻ സംസാരിപ്പാട്ടിടയത്. 29ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പം കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊന്നുവെള്ളി കല്ല് എന്നിവയുടെ സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല. അവിടെ അവർ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് നാം ദൈവത്തിൻ്റെ സന്താനം, ഞങ്ങളെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ദൈവമക്കളാണ്, ഞങ്ങൾ ദൈവം അങ്ങനെയല്ല പറഞ്ഞത്, നാം. അതിനുള്ള പുരുഷന്മാരെ കൂട്ടിയിട്ട് പറഞ്ഞു. അവിടെ അവർക്ക് എതിർക്കാൻ പറ്റത്തില്ല. പറഞ്ഞു നമ്മളെല്ലാം ഒരു മനുഷ്യനുണ്ടായതാണ്, നാം എല്ലാവരും ദൈവത്തിൻ്റെ സന്താനങ്ങളാണ് എന്ന് വരികയാൽ ദൈവം മനുഷ്യ ശില്പവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ജീവനുണ്ട്. അതുകൊണ്ട് നമുക്ക് സദൃശനായിട്ടാണ് നമ്മുടെ ദൈവം ഉള്ളതുകൊണ്ട് ജീവനില്ലാത്ത ഒന്നും ദൈവമല്ല, അതിനെ നമ്മൾ നമസ്കരിക്കേണ്ടതാണ് പൗലോസോടെ പഠിപ്പിച്ചത്. വളരെ കൃത്യമായിട്ടുള്ള, അവർക്ക് ബുദ്ധിപരമായി ഗ്രഹിച്ചെടുക്കാൻ രീതിയിലാണ് പൗലോസോട് സംസാരിച്ചത്. അവർക്കത് മനസ്സിലാക്കണം. അവർ തത്വജ്ഞാനികളായതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അത് മനസ്സിലാകുമായിരുന്നു. അങ്ങനെ മനസ്സിലാകുന്നവരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാവുള്ളൂ. അതല്ല എങ്കിൽ അവിടെ പരസ്യമായിട്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇവർക്കത് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരികയാൽ, അപ്പോൾ പറയുകയാണ്, നിങ്ങളുടെ കവിവരന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നാം ദൈവത്തിൻ്റെ സന്താനമെന്ന്. അപ്പോൾ അവിടുത്തെ അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ആ സിസ്റ്റത്തെക്കുറിച്ച്, കവികൾ പാടിയതിനെക്കുറിച്ച്, ദൈവത്തെ അന്വേഷിച്ചതിനെക്കുറിച്ചൊക്കെയുള്ള പഠനം പൗലോസ് നടത്തിയിരുന്നു. അതേനിയിൽ പ്രസംഗിക്കുന്നതിന് മുമ്പായി, അവിടെ സുവിശേഷം അറിയിക്കുന്നതിന് മുമ്പായി ആ ദേശത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു പഠനം നമുക്കുണ്ടാകണം. എത്ര ഡിസ്ട്രിക്റ്റിലുണ്ട്, ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നൊക്കെയുള്ള ഒരു ഏകദേശം ഒരു ധാരണ നമ്മൾ സുവിശേഷിക്കുന്നിടത്ത് ഉണ്ടാകണം. അവിടുത്തെ കവിവരന്മാരെക്കുറിച്ചൊക്കെ പൗലോസ് ചുരുക്കിയ സമയം കൊണ്ട് മനസ്സിലാക്കിയെടുത്തത്. അവനത് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവൻ്റെ ഒപ്പം തന്നെ ആ ദേശത്തെക്കുറിച്ച്, പ്രത്യേകതയെക്കുറിച്ച് പഠിച്ചിരുന്നു. അവിടുത്തെ നിലനിന്നിരുന്ന സാമുദായിക അല്ലെങ്കിൽ മതപരമായ ആചാരങ്ങൾ എന്താണെന്നും അതിൻ്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ തൊട്ടുകൊണ്ടാണ് പൗലോസ് അവിടെ മനസ്സിനെ ദൈവത്തിലേക്ക് ആനയിച്ചത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ സുവിശേഷം. അവിടെയൊന്നും അവൻ പ്രകോപിപ്പിച്ചില്ല, അവർക്ക് ആർക്കും എതിർക്കാൻ കഴിയത്തില്ല. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല. അതാണ്ടോ, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല. താനും ആരെല്ലാം അന്വേഷിച്ച് കണ്ടെത്തും, ആർക്കും അകലെയല്ല ദൈവം. ദൈവമേ നിസത്യദൈവം ആരാണെന്ന് ആരെങ്കിലും ഈ ദിവസങ്ങളിൽ ചോദിച്ചാൽ അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സത്യവചനം എത്തിച്ചേരുവാൻ ദൈവം എത്തും, ഉള്ള വഴികളെയും തുറക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കാർക്കും അകന്നിരിക്കുന്നതാണ്. അവനെല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും നാം ചെയ്യുന്നത് അങ്ങനെ. നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടുത്തെ ഉണ്ടായിരുന്ന ആ കവിതകളെക്കുറിച്ച്, നിലനിന്നിരുന്ന അവിടെ ആചാര അല്ലെങ്കിൽ അവിടെ ആ ദേശത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് പൗലോസോട് സംസാരിക്കുന്നത്. നമ്മൾ അന്യരാകാൻ പാടില്ല. നമുക്ക് പൊതുവായിട്ടുള്ള പരിജ്ഞാനം ഉണ്ടാകണം, പേപ്പറുകൾ വായിക്കണം, നമ്മൾ ന്യൂസുകളൊക്കെ വായിക്കണം, മനസ്സിലാക്കണം, കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. സുവിശേഷർ എപ്പോഴും അറിവുള്ളവരായിരിക്കണം. പ്രത്യേകിച്ച് ദേശത്ത് നമ്മൾ പ്രാർത്ഥിക്കാനോ സുവിശേഷിക്കാനോ പോകുമ്പോൾ ആ ദേശത്തെക്കുറിച്ചുള്ള ഏകദേശം ധാരണ, ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം എന്താണെന്നുള്ളത്, മറ്റെവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ മനസ്സിലിരുത്തി വേണം നാം അവിടെ വചനം ശുശ്രൂഷിക്കാനായിട്ട്. പൗലോസ് അത് വേണ്ട രീതിയിൽ ചെയ്ത് അവനോട് അതേനെ ചെന്ന് വെറുതെ ഇരിക്കുകയല്ല ചെയ്ത്, അവരെ ചുറ്റാണെന്നതെല്ലാം കണ്ട് അയ്യോ എന്ന് പറഞ്ഞ് ശാസിക്കുകയൊന്നുമല്ല ചെയ്ത്. അതവൻ ചെയ്തു, പക്ഷെ ഒരു പരസ്യമായിട്ടൊന്നും ചെയ്തില്ല. പക്ഷെ അവർക്ക് എന്താണ് ഇത്രമാത്രം ഇങ്ങനെ ദൈവഭക്തി ഉണ്ടത് എന്നുള്ളത് ചിന്തിച്ചപ്പോൾ പാട്ടുപാടി അവരുടെ കവിവരന്മാർ, ശ്രേഷ്ഠന്മാരയക്കുന്ന കവികൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തലമുറ അവിടെ ദൈവവിശ്വാസം ഉണ്ടായിരുന്നത്. ഞാനൊന്നുകൂടെ പറയാം, ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ഏതെങ്കിലും ദൈവവിശ്വാസമുള്ളത് വലിയ കാര്യമാകട്ടോ. പക്ഷെ ഇന്ന് നാം വളരെ പ്രാർത്ഥിക്കണം. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ദൈവത്തെ വാസ്തവമായും അവർക്കറിയത്തില്ലെങ്കിൽ പോലും ദൈവത്തെ അവർ അംഗീകരിക്കുന്നെങ്കിൽ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അത് ഏറ്റവും നല്ലതാണ്. പൈശാചിക ആരാധനയിലേക്കും ദുഷ്ടതയിലേക്കും മ്ലേച്ഛതയിലേക്കും പോകുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഏത് ദൈവത്തെ, ഏത് മതത്തിലും ആരുമാകട്ടെ,
അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ അത് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ നിലനിന്ന് പോകാനായിട്ട്. ഇനിയുള്ള തലമുറ കടന്നു വരുമ്പോൾ ദൈവത്തെ വിശ്വസിച്ച് അവർക്കൊന്നും ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ദൈവങ്ങൾ എവിടെയെന്ന ചോദ്യത്തിൽ സാത്താനെ ആരാധിച്ചാൽ എന്താണ് കുഴപ്പമെന്നുള്ള രീതിയിൽ സാത്താനി ആരാധനയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവഭയം എല്ലാവർക്കും കൊടുക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ദൈവഭയം നിലനിന്നു കഴിഞ്ഞാൽ സമൂഹം രക്ഷപ്പെടും, കുടുംബങ്ങൾ രക്ഷപ്പെടും, സമൂഹം നഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഈ ദൈവഭയം ഉണ്ടാകണം. ദൈവഭയത്തിന് വിരുദ്ധമായി സാധാനിക രീതിയിലേക്ക്, ചിന്തകളിലേക്ക്, ക്രൂരതകളിലേക്ക് ജനം പോകാതിരിക്കാൻ വേണ്ടി ദൈവസഭ, ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ദൈവം എന്നത് കേവലം മനുഷ്യസങ്കല്പമല്ല, യാഥാർത്ഥ്യം ആണെന്നുള്ള ബോധം സുവിശേഷത്തിലുള്ള മറ്റുള്ളവരിലേക്ക് പകരപ്പെടേണ്ടതാകുന്നു. സത്യവചനം നമ്മൾ ആരെയും പേരെടുത്ത് പറഞ്ഞോ മറ്റൊന്നും പറയാതെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു പോയാൽ, അതുകൊണ്ടാണ് പ്രാർത്ഥനയിലൊക്കെ ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നമുക്ക് ആരോടും ഒരു എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മളോട് സുവിശേഷ എതിർപ്പ് കാണും, വിരോധം കാണും, ഒക്കെ കാണും, അവർക്ക് അറിവില്ലായ്മ ഉണ്ട്. പക്ഷേ നമ്മളത് പ്രാർത്ഥിക്കുക, ദൈവമേ ദിവസങ്ങളിൽ അവരോട് ഇടപെടണമേ. അവിടുന്ന് രാത്രിയിലും ഞാൻ ഒരിക്കൽ പറയുന്നത്, പൗലോസ് ആ രീതിയാണ് ഉപയോഗിച്ചത്. താൻ അവരെ മാറ്റി നിർത്തി പറഞ്ഞില്ല, നാം എന്നുള്ള വചനം ഉപയോഗിച്ചാണ് അവിടെ പൗലോസ് പറഞ്ഞിട്ട് അവരോടത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്തു ആരാണ് ദൈവം എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് സദൃശ്യമാണല്ലോ ദൈവം. അങ്ങനെയാണെങ്കിൽ നമ്മളെക്കാൾ താഴ്ന്നിരിക്കുന്ന ജീവനില്ലാത്തതൊന്നും ദൈവത്തെ സദൃശ്യപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ജീവനുള്ളതിനെ നമുക്കൊരിക്കലും വൈക്കോൽ തിന്നുന്ന കാളയോടോ മറ്റിനോടൊന്നും രൂപപ്പെടുത്താൻ കഴിയില്ല എന്ന് റോമക്കെതിരെ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇതേക്കുറിച്ച് ചിന്തിച്ച് പോകണമെങ്കിൽ നിരവധി കാര്യങ്ങൾ ചിന്തിച്ച് പോകണം. നമ്മുടെ ചിന്തകൾക്ക് ആധാരമായി മാനദണ്ഡങ്ങൾ മാത്രം പറഞ്ഞു പോകട്ടെ പ്രിയപ്പെട്ടവരെ. അതിൻ്റെ 20ാമത്തെ മാനദണ്ഡം, ഇഹലോക ജീവിതത്തോടെ സകലതും അസ്തമിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ മരണാന്ത ജീവിതത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തും. നമ്മുടെ പ്രസംഗത്തിൽ, നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങളിൽ, പരസ്യയോഗങ്ങളിൽ മരണാന്ത ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു സന്ദേശം കൈമാറേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യമാകും. ഈ ലോകത്തോടുള്ള ബന്ധത്തിലുള്ള ഭൗതിക നന്മകളെ കാളുപരിയായി അത് പറയണം. മനുഷ്യൻ്റെ മനസ്സ്, വിഷമം, കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങൾ, ഭാരങ്ങൾ, അതൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് സംസാരിക്കണം. അതോടൊപ്പം തന്നെ നാം വളരെയധികം വെളിപ്പെടുത്തേണ്ടത്, ഈ ലോകത്തിൽ കഷ്ടതയും പ്രയാസം ദുഃഖമൊക്കെ ഉണ്ടാകാം, ഇവിടെ കൊണ്ട് തീർന്നു പോകും. മനുഷ്യൻ്റെ ആയുസ് പുല്ലിൻ്റെ ആയുസ് പോലെയുള്ളൂ, ഇന്ന് കണ്ട് നാളെ വാടുന്നതാണ്. എന്നാൽ വാടാത്ത ഒരു ആത്മാവ് നിൻ്റെ അകത്തുണ്ടെന്നുള്ളതും അതിനെ നിത്യമാണെന്നുള്ളതുമായ ഉത്ബോധം, കാഴ്ച സുവിശേഷത്തിലൂടെ അറിയിക്കേണ്ടിയിരിക്കുന്നു. മരണദൈവത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുകയും ദൈവം ജീവനോടിരിക്കുന്നവരെയും മരിച്ചവരെയും നീതിയിൽ ന്യായം വിധിക്കുന്ന അന്ത്യന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് സകല മനുഷ്യരോടും സുവിശേഷം അറിയിക്കേണ്ടതുമാകുന്നു. അപ്പോൾ സുവിശേഷം എന്നുള്ളത് നമ്മൾ യേശുക്രിസ്തുവിനെ അറിയിക്കുന്നതോടൊപ്പം തന്നെ വരാനുള്ള അന്ത്യന്യായവിധിയെക്കുറിച്ചും, ഈ ലോകത്തിൽ നാം എന്തെങ്കിലും ചെയ്തു കൂട്ടി ആരും കാണുന്നില്ല എന്നതുകൊണ്ട് പാപവും വിളച്ചതും ചെയ്ത് ജീവിച്ച് മടങ്ങി ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടാൽ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്ന തക്കത് പ്രാപിക്കേണ്ടതിന് ന്യായവിധി ഉണ്ടെന്നുള്ളത് പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ പ്രസ്താവിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ജാതികളെയും അംഗീകരിക്കുകയും മനുഷ്യനോട് സദൃശനായിരിക്കും ദൈവം നമ്മളെ എല്ലാ സൃഷ്ടി ഒന്നാണെന്നുള്ളതും, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമെന്നുള്ളതും പുനരുത്ഥാനമുണ്ടെന്നുള്ളതും വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. 17-ാം അധ്യായം 31-ാം വാക്യം അതാണ് പറഞ്ഞിരിക്കുന്നത്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് കേട്ട് ചിലർ പരിഹസിച്ച് മറ്റുള്ളവർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറയും. അപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ പൗലോസ് ചുരുങ്ങിയ അരമണിക്കൂറോ കൊണ്ട് ആ ദേശത്തുള്ളവരോടിടയിൽ ചില സംശയത്തിനും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അത് നല്ലതാണ്. ചില പ്രശ്നം കഴിഞ്ഞ് കഴിയുമ്പോൾ ചില സംശയങ്ങളൊക്കെ ഉളവാകും, നല്ലതാണ്. ഇവിടെ ചിലർ പറഞ്ഞു ഇത് ഞങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല, ചിലർ പരിഹസിച്ചു, ചിലർ പറഞ്ഞു അല്ല ഇതിനകത്ത് എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞ് പിന്നെയും നിൻ്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മിക്സഡ് സമ്മിശ്രമായിരിക്കുന്ന പ്രതികരണം സുവിശേഷത്തിനുണ്ടാകും. അത് ഏറ്റവും നല്ല കാര്യമാണ്. എല്ലാവരും നമ്മൾ പറയുന്നത് അംഗീകരിക്കണമെന്നില്ല. അത് ഞാൻ പറയുന്ന സത്യം വെളിപ്പാട് ദിവസം പഠിപ്പിക്കുമ്പോൾ എല്ലാവരോട് യോജിക്കണമെന്നില്ല. സമ്മിശ്രമായിരിക്കുന്ന പ്രതികരണം ഉണ്ടാകും. ഇനിയിപ്പോൾ നമ്മൾ ഭാവികാല സംബന്ധിച്ച് പഠിക്കുമ്പോൾ സമ്മിശ്രമായിരിക്കുന്ന പ്രതികരണം ഉണ്ടാകും. പക്ഷെ എനിക്കത് സന്തോഷമാണ്, നമുക്കത് സന്തോഷമാണ്. കാരണം അത് അറിഞ്ഞിട്ടാണല്ലോ പ്രതികരിക്കുന്നത്. അത് നല്ല കാര്യമാണ്. ഇവിടെ സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മരിച്ചവർ വിണ്ണത്താരത്തിൽ പറഞ്ഞപ്പോൾ ചില പരിഹസിച്ച് ഇത് നടക്കുന്ന കാര്യം, ഇതെല്ലാം ഉള്ളതാണോ, ഇവിടെ നന്നായിട്ട് ജീവിച്ച് ഇവിടെ കൊണ്ട് തീരാനുള്ളതല്ലേ, ഇവിടെ ഇല്ലാത്തതാണോ ഇനി ഉള്ളത് എന്നുള്ള രീതിയിലാണ് പലരും ചിന്തിക്കുന്നത്. ഇവിടെ കിട്ടാത്തതാണോ ഇനി മറ്റൊരു സ്ഥലത്ത്. ചിലർ വിചാരിക്കുന്നത് ഇതൊരു നമ്മൾ വ്യാമോഹിപ്പിച്ച് മറ്റുള്ളതിനകത്ത്. സുവിശേഷം ഒരു വ്യാമോഹിപ്പിക്കുന്നതല്ല. ഇവിടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ സഹിച്ചിരുന്നു,
ദൈവം തരും എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ പറയല്ല. ഇവിടെയും നമുക്ക് തരും, നമുക്ക് വരാനുള്ളിൽ നിന്ന് കർത്താവ് തരും. നിശ്ചയമായിട്ടും ദൈവം നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല. ദൈവഭാഗത്തേക്ക് വന്ന ആരെയും ലജ്ജിപ്പിക്കത്തില്ല. ഇവിടെയും ലഭിക്കേണ്ടത് നമുക്ക് തരും. നമ്മുടെ ആവശ്യം ഇന്നത് ദൈവം അറിയാം. നമുക്ക് ആവശ്യമായിട്ട് എന്താണെന്ന് അറിഞ്ഞ് ദൈവം നമ്മുടെ ആവശ്യം ഇന്നുവരെ നടത്തിയിട്ടില്ലേ? സുവിശേഷത്തിൽ വന്ന രക്ഷിക്കപ്പെട്ട ദൈവങ്ങളോട് ദൈവം രാത്രി ചോദിക്കുക. വിശ്വാസം വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമൊക്കെ ദൈവം തന്നില്ലേ? തന്നിട്ടുണ്ട്. നമ്മളെ ആദരിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും ദൈവം തരാനും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്ന ആദ്യം അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുക, അതുകൂടി നിനക്ക് തരാനാണ് വഹിക്കുന്നത്. അപ്പോൾ നിത്യജീവന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവനും ഭക്തിക്ക് ആവശ്യമായതൊക്കെ ദൈവം നൽകാമെന്ന് പറഞ്ഞ് ദൈവം നൽകും. ഇന്ന് രാത്രിയും ദൈവം പറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ നാൾതോറും നൽകുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അത് പറഞ്ഞു ഇവിടം കൊണ്ട് തീരുന്നതല്ല മനുഷ്യ ജീവിതം. എല്ലാ മനുഷ്യനും ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരു ദിവസമുണ്ട്. അവിടെ അന്ത്യന്യായവിധിയെക്കുറിച്ച്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പം പാപത്തെക്കുറിച്ചും ഏകമനുഷ്യന് ജനിച്ചെന്നും ഏകമനുഷ്യൻ്റെ പാപമുഖാന്തരമായി ആദ്യവംശം മുഴുവനും പാപത്തിലാകപ്പെട്ടെന്നും എന്നാൽ ഒടുക്കത്തെ ആദാമാകുന്ന ഏകമനുഷ്യരുടെ നീതീകരണമുണ്ടെന്നുള്ളതും ആ നീതീകരണമായിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടാമെന്നും അത് വിശ്വസിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അന്ത്യന്യായത്തിലകപ്പെടും എന്നുള്ളതാണ് സുവിശേഷം. അതാണ് പൗലോസ് അനുവർത്തിച്ചു പോകുന്ന സുവിശേഷീകരണം. കർത്താനദാസന്മാരെ വിളിപ്പിച്ചു വന്ന സുവിശേഷീകരണം. ആ മാതൃകയായിരിക്കണം നമ്മളും അനുവർത്തിക്കേണ്ടത്. പാപത്തെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയാ സുവിശേഷതയുമാക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും ദൈവസഭയെ തന്നിരിക്കുന്ന സുവിശേഷീകരണം അത് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, മധ്യഭാഗത്തായി പാപത്തിനും നിത്യമരണത്തിനും ഇടയിൽ യേശു ക്രിസ്തുവുണ്ട്. അതുകൊണ്ടാണ് അവൻ രണ്ട് മനുഷ്യർക്കിടയിൽ അവൻ മരിപ്പാനിടയാത്തുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വെളിപ്പെടുത്തിയപ്പോൾ ഒരുവൻ നിത്യനരകാഗ്നിയിലേക്ക് പോയപ്പോൾ ഒരുവൻ നിത്യജീവനിലേക്ക് പോകാൻ ഇടയാത്തുന്നു. അപ്പോൾ ഇത് ദൈവം കർത്താവ് വേർതിരിച്ചതാണ്. ക്രൂശിൽ കർത്താവ് വേർതിരിച്ചു. രണ്ടുപേര് ശിക്ഷാവിധി കടന്ന് രണ്ടുപേരെ നടുവിൽ യേശു കടന്നപ്പോൾ അവനവിടെ വേർപിരിക്കുകയാണ് ചെയ്തത്. അവിടെ ഒരുവൻ ഈ യേശുവിൽ രക്ഷ പ്രാപിച്ച് നിത്യജീവനിലേക്ക് പരദേശിക പ്രവേശനം അവന് പ്രാപിച്ചപ്പോൾ മറുഭാഗത്ത് അന്ത്യന്യായവിധിയിൽ നിത്യനരകാഗ്നിയിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു വ്യക്തമായ ശിക്ഷാവിധിക്ക് അവൻ കാരണമായി തീരുമാനിടയാത്തുന്നുള്ളതും നാം ഇത് മനസ്സിലാക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും യേശുക്രിസ്തു നീതികരണം മധ്യഭാഗത്തുള്ളതാണ്. അതേ പാപം മനുഷ്യനിൽ ഉളവായി. അത് ഏകമനുഷ്യൻ മുഖാന്തരമാണ്. അതിൽ ജീവിച്ച് മരിച്ച് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ അന്ത്യന്യായവിധിയിൽ നിത്യനരകാഗ്നിയിലേക്ക് പോകണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്നാൽ ആരെങ്കിലും നീതിമാനായിരിക്കുന്ന ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ വന്ന് മരിച്ചു അടക്കപ്പെടുന്നേറ്റ് നിന്നും പിതാവിൻ്റെ വലത്ത് ഭാഗത്തുനിന്ന് പക്ഷപാതം ചെയ്യുന്നു, പാപി രക്ഷിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുന്നു. അവൻ്റെ രക്തത്തിൻ്റെ ജീവൻ പകരുമ്പോൾ ഒരു വ്യക്തി കൂടി വീണ്ടും ജനിക്കുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നു. ദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ടാകുന്നു. ഈ ദിവസങ്ങളിൽ ആ സന്തോഷം അനുദിനം സ്വർഗത്തിൽ നടക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിർബാധം തുടരുക തന്നെ ചെയ്യും. സ്വർഗത്തിൽ മൗനത ഉണ്ടാകാതെ സ്വർഗത്തിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റുന്നതിനായി, സുവിശേഷത്തിൻ്റെ വിജയത്തിനായി, ശക്തിയോടെ മുന്നേറുന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പം അത് അറിയിക്കേണ്ടതാകുന്നു. 21-ാമത്തെ പോയിന്റ്, ഉപജീവനത്തിനായി സുവിശേഷകർ സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഉപജീവന കാര്യത്തെക്കാൾ സുവിശേഷണത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. 17-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, അത് 18-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമാനഗരം വിട്ടുപോകണമെന്ന് ക്ലൗദോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസുകാരൻ അക്വിലാസ് എന്ന പേരുള്ള ഒരു യഹൂദനും അവരുടെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോകുന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. എന്നാൽ ശവത്തോറും അവൻ പള്ളിയിൽ സമ്പാദിച്ച യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. ഇവിടെ ഈ 18-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പല സ്ഥലങ്ങളിലും വേല ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈകൊണ്ട് അധ്വാനം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അധ്വാനിക്കേണ്ട സ്ഥലങ്ങൾ അധ്വാനിക്കണം. സുവിശേഷണത്തിന് ഇവിടെ ഈ നിയമം ഉണ്ടാകാൻ തന്നെ കാരണം യഹൂദന്മാരെല്ലാവരും റോമാനഗരം വിട്ടുപോകണമെന്ന് കൽപ്പിക്കാൻ കാരണം, എങ്കിൽ മാത്രമേ ഇറ്റലി വിട്ട് ഈ അക്വിലാസും പ്രിസ്കില്ലയും ഇവിടെ എത്തിയുള്ളൂ. ആസിയിൽ പ്രചനം സംസാരിക്കരുതെന്ന് വിലക്കിയപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ കുടുംബം വന്നിട്ടില്ല. അവരോട് വന്നതിന് ശേഷം വേണം എഫെസസ് സഭയിലെ സുവിശേഷണം കർത്താവിനറിയാം. ചിലർ വരാൻ വേണ്ടി ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കും.
ഇപ്പോൾ റോമാനഗരം വിട്ടു പോകണമെന്ന് കൽപ്പന ഉണ്ടായിരുന്നില്ല എങ്കിൽ പൊന്തോസുകാരനായിരിക്കുന്ന ഈ അക്വിലാസും പ്രിസ്കില്ലയും ഇറ്റലി വിട്ട് വരത്തില്ല, കൊരിന്തി വരത്തില്ല. അപ്പോൾ അവർ കൊരിന്തിൽ വരാൻ കാരണം അവർ വരണം എന്നുള്ളെങ്കിൽ അവിടെ ഒരു നിയമം ഉണ്ടാകണം. ആ നിയമം നമ്മൾ വിചാരിക്കും ചില രാജ്യത്ത് നിന്ന് ഓടിക്കുന്നത്, ചില നിയമങ്ങൾ വിരുദ്ധമായി ഉണ്ടാകുന്നത് നമ്മളൊരു പക്ഷെ വിചാരിക്കും അതൊക്കെ വളരെ അത് ദോഷമാണെന്ന് വിചാരിക്കും. പക്ഷേ ദോഷമല്ല, അത് ഗുണകരമാണ്. ഈ റോമാനഗരം വിട്ടുപോകണം എന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ച് ഞാൻ വിശ്വസിക്കുന്നത് അന്ന് അങ്ങനെ ക്ലൗദോസ് ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ കാരണം എഫെസസ് സഭയ്ക്ക് അവിടെ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയുള്ള സുവിശേഷന്മാരായിരിക്കുന്ന ഒരു കുടുംബത്തെ ഈ ഇറ്റലിയിൽ നിന്ന് ഇവിടേക്ക് പറിച്ചു നടണം, അതിനെ മുഖാന്തരമായി തരാൻ വേണ്ടിയ അന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചത്. അങ്ങനെയാണെങ്കിൽ ചില നിയമങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നത് ദോഷത്തിനല്ല കേട്ടോ, നന്മയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഇറ്റലിയിൽ നിന്ന് വിട്ടു പോരേണ്ടി വന്നു കുടുംബം. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവിടെ എത്തിച്ചേർന്നത് ഇവർ പൗലോസുമായിട്ടുള്ള ബന്ധത്തിൽ എത്തിച്ചേരാൻ ഇടയാത്തി വന്നു. അതേക്കുറിച്ച് നമ്മൾ തുടർന്ന് പഠിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമായി. അവർ കൂടാരപ്പണിയൊക്കെ വിട്ടിട്ട് അവസാനം യേശുവിൻ്റെ ശുശ്രൂഷകരായി മാറി എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വേല ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ വേലയുള്ള ബന്ധത്തിൽ അതിന് മാന്യതയുള്ള സ്ഥലത്ത് വേല ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ മാന്യതയില്ലാത്ത സ്ഥലത്ത് ചില വേലകൾ ചെയ്താൽ ദൈവസഭയ്ക്കകത്ത് പ്രശ്നമാണ്. ഞാൻ തെളിവ് തരാം. അപ്പോൾ നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലെ, മറ്റുള്ള അമേരിക്കൻ രാജ്യങ്ങൾ, കാനഡ, മറ്റുള്ള സ്ഥലങ്ങളൊന്നും ജോലിയുള്ള ബന്ധത്തിലുള്ള ഉച്ചനീചത്വങ്ങളില്ല. അവിടെ വലിയ പ്രശ്നങ്ങളില്ല. ഏത് ജോലിയും അംഗീകരിക്കുന്നവർ, ആദരിക്കുന്നവരാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അവിടെ ജോലിയുള്ള ബന്ധത്തിൽ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും. ഇപ്പം ഞാൻ പറയാം, ഉന്നതരായിരിക്കുന്ന ഒരു വ്യക്തി, അവിടുത്തെ വിശ്വാസിയും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു പിയൂൺ അവിടുത്തെ പാസ്റ്ററുമാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? ഞാൻ പറഞ്ഞത് ജോലിയുള്ള ബന്ധത്തിൽ ഉച്ചനീചിത്വം ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഏത് ജോലിയും മാനിക്കുന്നതിനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ അല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ അവിടെ വലിയ വിഷയം ഉണ്ടാകും, അവിടെ പ്രശ്നമുണ്ടാകും. പറഞ്ഞാൽ മറ്റൊരു വേറൊരു രീതി, ഉന്നതനായിരിക്കുന്ന വ്യക്തി, നല്ല ജോലിയോ പദവിയോ ഉള്ള ഒരാൾ, ഒരു പാസ്റ്ററും അവിടെ പാവപ്പെട്ട ഒരാളാണ് അവിടെ വിശ്വാസിയാണെങ്കിൽ അവിടുത്തെ ആലോചിച്ച് നോക്ക്, ആ പാസ്റ്റർ കീഴിലാണ് ജോലി ചെയ്യുന്ന ആൾക്കാരും അവിടെ ജോലിയിലുണ്ടെങ്കിൽ അത് പ്രശ്നമായി തീരും. അതുകൊണ്ട് അത് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകം, ഞാൻ പറഞ്ഞത് പൊതുവായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ സുവിശേഷകന്മാർ ജോലി ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുന്നത്. അല്ല ഫുൾ ടൈം 24 hours ജോലിക്കാരായതുകൊണ്ടല്ല, അതുകൊണ്ടല്ല. ജോലി ചെയ്യാൻ പറ്റുന്നവരുണ്ട്, ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവസഭ എന്നൊരു ചെറിയ കാര്യമല്ല, അത് വളരെ പ്രതികൂലം നിറഞ്ഞതാണ്. ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാൾ എത്രയോ പ്രശ്നമാണ് 2 3 പേര്, 4 പേര്, 2 3 കുടുംബം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ദൈവസഭയുടെ ശുശ്രൂഷ അയക്കുന്ന ദൈവസഭയ്ക്ക് വലിയ പോരാട്ടമുണ്ട്. അതുകൊണ്ട് അവരെ വഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ജോലി ചെയ്തല്ലോ, പൗലോസ് മാതൃക കാണിച്ചല്ലോ എന്ന് പറയുമ്പോൾ ജോലി ചെയ്യുന്നതിന് യാതൊരു വിധമായ ഇതുമില്ല. ജോലി ചെയ്യണം, ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ജോലി ചെയ്യുന്ന കുഴപ്പമില്ല. പക്ഷേ അത് നമ്മുടെ ആത്മീയ അന്തരീക്ഷത്തെ തകർക്കുമെങ്കിൽ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ അത് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവർ ആ നിലവാരത്തിൽ നിൽക്കുന്നതാണ് നല്ലത്. പൗലോസ് തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചത് സുവിശേഷണത്തിന് വേണ്ടിയായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ജോലി ചെയ്യേണ്ടിയിരുന്നത് ഈ കൂടാരപ്പണിയോട് ബന്ധപ്പെട്ട് നിന്നില്ലെങ്കിൽ അക്വിലാസിനെയും പ്രിസ്കില്ലയെയും ദൈവത്തെ സഭയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടാൻ കഴിയത്തില്ല. അതുകൊണ്ട് അല്പസമയം അവിടെ ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു. ചിലരെ നമുക്കറിയാമല്ലോ, പൗലോസിനെയും ശീലാസിനെയും ജയിലിൽ ഇട്ടു. അവിടെ ഇടാൻ കാരണം അല്ലെങ്കിൽ അവിടുത്തെ കാലഘട്ടപ്രമാണ വിശ്വാസം വരത്തില്ല. അതിനെല്ലാം പിമ്പിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ജോലി ചെയ്തത് അവരോട് പാർത്ത് വേല ചെയ്തു പോകുന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. ആ കൂടാരപ്പണി ഒരേ വേലയായിരുന്നു. അപ്പോൾ പൗലോസ് പണി ചെയ്തു, പല സ്ഥലങ്ങളിലും താൻ വേല ചെയ്തു, അധ്വാനിച്ചു. ഇവിടെ ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ കടന്നുപോയി പല ജോലികളും പല ദൈവദാസന്മാരും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് ദൈവം അയക്കുന്ന സ്ഥലങ്ങളിൽ, തീരുമാനമെടുത്ത് പോകുന്ന സ്ഥലങ്ങളിൽ ദൈവരെ മാനിച്ച് ഉയർത്തിയിട്ടുമുണ്ട്. ജോലിക്ക് പോകാതെ ദൈവസേനയിൽ നിരതരായിരുന്ന് പ്രാർത്ഥിച്ച ഒഴിഞ്ഞ ഭാഗങ്ങളെ നോക്കിക്കൊണ്ട് പട്ടിണി കടന്ന് പ്രാർത്ഥിച്ച് ദൈവസഭ പണിതെടുത്ത ദൈവദാസന്മാർ നമുക്കറിയാം. അവരാണ് ഇന്ന് സാക്ഷ്യം പറയുന്നവർ. അനേകരുണ്ട്. അവർ ജോലിക്ക് പോയില്ല, അവരിറങ്ങിത്തിരിച്ച ആ കാര്യത്തിന് വേണ്ടി അവർ നിന്നു. ആരുമില്ലാതിരുന്നപ്പോൾ, സ്വത്ത് കാഴ്ച ഇടാൻ ആരുമില്ലാതിരുന്നപ്പോൾ, സഹായിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ പട്ടിണി കടന്നു. അതേ കുഞ്ഞുങ്ങളെ വേണ്ട രീതി പഠിപ്പിക്കാനില്ലാതിരുന്നപ്പോൾ ആരോടും ചോദിച്ചില്ല. അത് വേണമെങ്കിൽ ജോലിക്ക് പോകാമായിരുന്നതിൻ്റെ കാരണം എടുത്ത തീരുമാനത്തിന് പിന്മാറിയില്ല. തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും നല്ലത്. ആരെങ്കിലും പറയുന്നത് കണ്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് അത് ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊത്തവണ്ണമാണ് ചെയ്യേണ്ടത്. പൗലോസ് കൂടാരവേല ചെയ്തു, ആ കാലഘട്ടങ്ങളിൽ ചെയ്തു. അവൻ പണി ചെയ്തത്
അതുകൊണ്ട് സുവിശേഷകർ യഥാർത്ഥമായ ദൈവത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവദാസന്മാർ അവർ ജോലി ചെയ്യാൻ മടിയുള്ളവരോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉപജീവനത്തിൽ അവർ തരുന്നതുകൊണ്ട് ജീവിക്കുന്നതിനുള്ളവരോ അല്ല പ്രിയപ്പെട്ടവരെ. അവർ ആ വേല ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാണ്, കഷ്ടം സഹിക്കുന്നത്. അവരെ മാനിക്കണം. അവർ സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷം കൊണ്ട് ഉപജീവിക്കണമെന്നും കർത്താവ് അരുളിച്ചെയ്തിട്ടുണ്ട്. സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷം കൊണ്ട് ഉപജീവിക്കണമെന്നും കർത്താവ് അരുളിച്ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മാത്രം വെച്ചുകൊണ്ട് കാര്യമെടുക്കാൻ പാടില്ല. ജോലിക്ക് മാന്യതയും സ്ഥാനമുള്ള സ്ഥലങ്ങളിൽ അവരത് ചെയ്യട്ടെ, അവർക്കത് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, കാനഡ, മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഏത് ജോലി ചെയ്താലും അവിടെ ബഹുമാനമുണ്ട്, മാന്യതയുണ്ട്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയില്ല. അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഇടർച്ചയായി മാറും. അതുകൊണ്ടാണ് അതിനോടുള്ള ബന്ധത്തിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. പിന്നെ ഓരോരുത്തരും തന്നിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് സന്ദർഭം അനുസരിച്ച് ചെയ്യുക. അതിനകത്ത് ഇവിടെ കഠിന നിയമങ്ങളോ ഒന്നുമില്ല. ദൈവത്തിന് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പുലർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. അത് ദൈവം അത് നിർവഹിക്കുക തന്നെ ചെയ്യും എന്നുള്ളതും ഞാനത് പറയുന്നത്. അപ്പോൾ സുവിശേഷത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ മാനദണ്ഡങ്ങൾ പറയേണ്ടത് നമ്മുടെ അത്യാവശ്യമായതുകൊണ്ടാണ് ഈ കാര്യത്തിൽ പറയുന്നത്. സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ ഉപജീവന കാര്യത്തെക്കാൾ സുവിശേഷത്തിനാണ് പ്രാധാന്യത കൊടുക്കേണ്ടത്. നിങ്ങൾ ഏത് ദൈവദാസന്മാരുടെയും ചരിത്രമെടുത്ത് പഠിച്ചു. അതിനു വേണ്ടി കഷ്ടപ്പെട്ടവരൊക്കെയും അവർ വയറുമുറുക്കി മുണ്ടുകൊടുത്ത് പ്രധാന വേണ്ടി വേല ചെയ്തവരാണ്, സുവിശേഷം അറിയിച്ചവരാണ്. ട്രാക്റ്റ് കൊടുത്തും പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചും യാത്ര ചെയ്തു. പക്ഷേ അവരെ മാനിക്കേണ്ട സമയത്ത് ദൈവം അവരെ മാനിച്ചു, ആദരിച്ചു, ഉയർത്തി. ദൈവത്തിന് വേണ്ടി നന്നായ രീതിയിൽ നിൽക്കുന്നവരെ ദൈവം നല്ല നില കൊടുത്തവരെ ആദരിക്കുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ദ്രവ്യാഗ്രഹത്തിൻ്റെ രീതി ഉണ്ടാക്കി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് സമ്പത്തുണ്ടാക്കാവുന്ന രീതിയിൽ ഇറങ്ങിയവരല്ല. ഒന്നുമില്ലെങ്കിലും ദൈവത്തെ സേവിക്കാമെന്നുള്ള മുമ്പിൽ കഷ്ടതയും പട്ടിണിയും ഒക്കെ കണ്ടുകൊണ്ടാണ് ദേവദാസന്മാർ ദൈവവേലയ്ക്ക് ഇറങ്ങിയത് എന്നുള്ളത് മറന്നു കളയരുത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കണമെന്നുള്ളത് ഓർപ്പിക്കുന്നു. 22ാമത്തെ പോയിന്റ്, സുവിശേഷത്തിന് വിരോധമായി പഴിക്കുകയും ദൂഷിക്കുകയും ചെയ്യുന്നവരോട് അധികം സംസാരിക്കാതെ അവരെ ഒഴിവാക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. മക്കളാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും അയൽവക്കാരാണെങ്കിലും ആരാണെങ്കിലും സുവിശേഷത്തെ കേട്ടിട്ട് അതിനെ അവൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവനോട് സംസാരിക്കരുത്. കാരണം നമ്മൾ സംസാരിക്കുന്നത് അവർ അതിനെ ചവിട്ടിക്കളയുകയാണെങ്കിൽ ദൈവം പറയുന്നത് പന്നികളുടെ മുമ്പിൽ വിശുദ്ധമായത് ഇട്ടുകൊടുക്കരുതെന്നാണ്. അപ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കഴിയത്തില്ലെങ്കിൽ നാം ഒരിക്കലും നല്ല വചനങ്ങളെ, മുത്തുകളെ പന്നിയുടെ മുമ്പിലിടാൻ പാടില്ല. അവർ ചവിട്ടിക്കള അവർക്ക് ശിക്ഷയ്ക്ക് കൂടുതൽ കാരണമായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ അവരെ ഒഴിവാകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. 18-ാം അധ്യായം 6-ാം വാക്യമാണ് അതിനെ തെളിവായി ദൈവം പറയുന്നത്. ശിലാസ് തിമോത്തിയോസും മക്കതോനിയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി കൊണ്ട് യേശു തന്നെ കൊരിന്തിൽ അവൻ പ്രസംഗിക്കുകയാണ്. അവിടെ ചെയ്യുമ്പോൾ അവർ എതിർ പറയുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു, നിങ്ങളുടെ നാശത്തിൽ നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതിയുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടെ വിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും എതിർപ്പെട്ടായപ്പോൾ ഈ രീതിയിൽ അവരവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുക. ഇപ്പം ഇവർ എതിർ പറയുകയും ദുഷിക്കും, പരിശുദ്ധമായി ദുഷിക്കും. അപ്പം അത് ഒരിക്കലും ക്ഷമയില്ലാത്ത ഭാവം ചെയ്യുമവർ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമ്മളവരെ കോപിച്ചോ അല്ലെങ്കിൽ അവരോട് പിണങ്ങി മാറുന്നതല്ല. അപ്പം നമ്മൾ അറിയിക്കുന്ന സുവിശേഷം പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഈ ലോകത്തിലും വരുവാനുള്ളതിലും ക്ഷമ കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നത്, മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ ആരുമാകട്ടെ, അപ്പനോ അമ്മയോ സ്വന്തക്കാരാരുമാകട്ടെ, സുവിശേഷം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരോട് പിന്നെ പറയാൻ പോകരുത്, ശക്തമായി പ്രാർത്ഥിച്ചോളൂ. അതല്ല നമ്മൾ പറഞ്ഞതിനെ ചവിട്ടിക്കളഞ്ഞാൽ അവരുടെ ബന്ധനം മുറുകുകയുള്ളൂ, അത് പ്രശ്നമായിത്തീരും. അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് ഇതിനെ എതിർക്കുകയും പഴിക്കുകയും ചെയ്യുന്ന ഒരു മകനോടോ മകളോടോ സഹോദരനോടോ സഹോദരിയോടോ അമ്മയോടോ അപ്പനോടോ മറ്റാരോടുമോ നീ സുവിശേഷം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് പൗലോസ് കാണിച്ചത്. കാരണം ഇത് പഴിക്കുകയും ദൂഷിക്കുകയും ചെയ്യുന്നത് നമ്മളെയല്ല, ഈ വചനം അറിയിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞ് അവരൊരിക്കലും ഗുണപ്പെടത്തില്ല, രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് പൗലോസ് അവിടെ നിന്ന് മാറിപ്പോയത്. പിന്നെ ചിലയിടത്ത് താൻ കാലിലെ പൊടി പോലെ തട്ടിട്ട് പോകും. അവർക്കൊന്നും ഒരിക്കലും അവർക്ക് അവരുടെ ശിക്ഷാവധി അവർക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഞാൻ ഇതിലൂടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ളവരെ ഒഴിവാകണം. നമ്മൾ
പറഞ്ഞിട്ട് അവർ അംഗീകരിക്കുന്നില്ല എങ്കിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചോണം. ഏത് ഹൃദയത്തെയും നേരെയാക്കുവാൻ, ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. നമ്മൾ സംസാരിക്കുമ്പോൾ ആ സുവിശേഷത്തെ പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അധികം സംസാരിക്കാതെ അവരെ നമ്മൾ ഒഴിവാക്കുന്ന, അവരോട് സംസാരിക്കാതെ അവർ ഒഴിവാക്കുകയല്ല. സ്വന്തമാണെങ്കിൽ, മക്കളാണെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒഴിവാക്കാത്തവരോട് നമ്മുടെ സ്നേഹത്തിൽ നമ്മൾ അവരെ പ്രാർത്ഥിച്ച് ദൈവസന്നിധി അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. വിട്ടുകളയരുത്, പ്രാർത്ഥിച്ചോണം. അവരോട് പറയുന്നതിനേക്കാൾ ഏറെ നല്ലത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അവരെ അങ്ങനെയുള്ളൊരു ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ദൈവീയ സുവിശേഷത്തിൻ്റെ പ്രത്യേകത. അതാണ് അവരോട് പറഞ്ഞിട്ട് ശിക്ഷ അധികമായി തീർന്ന് അത് പരിഹാസം കൂടുന്തോറും അവർക്ക് ബന്ധനം വർദ്ധിക്കും. അതുകൊണ്ട് ബന്ധനം മുറുകാതിരിക്കാൻ വേണ്ടി പരിഹാസത്തിനുള്ള വഴി ഇട്ടുകൊടുക്കരുത്. അത് കുടുംബത്തിനകത്താണ്, എവിടെയാണേലും നമുക്ക് ദിവസങ്ങളിൽ സ്നേഹത്തിൽ അവരെ നേടുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ ഒരു കുളമ്പ് പോലും വിശേഷിക്കാതെ എല്ലാത്തിനെയും രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. അബ്രഹാമേ നിൻ്റെ തലമുറ, ഇസഹാക്കേ നിൻ്റെ തലമുറ, യാക്കോബേ നിൻ്റെ തലമുറ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിനറിയാം ചേർത്ത് പണിയുവാൻ. അവരുടെ ബലഹീനതകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അവരെ 12 ഗോത്രങ്ങളാക്കി നിർത്തുവാൻ ആ കുടുംബത്തെ ചേർത്ത് നിർത്തിയ ദൈവസ്നേഹം മറന്നു കളയരുത്. അങ്ങനെയാണെങ്കിൽ ദിവസങ്ങളിൽ ദൈവാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറകളെയും നാം ആഗ്രഹിക്കുന്ന ശുഭഭാവി അവർ സത്യത്തിൽ നടക്കുക തന്നെ ചെയ്യും എന്നുള്ളതും എൻ്റെ രാത്രിയിൽ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നാം പറഞ്ഞ് ദുഷിപ്പ് കൂടാതെ ദിവസങ്ങളിൽ സ്നേഹത്തിൽ ജീവിച്ച് അവരെ നേടുവാൻ കർത്താവ് നമ്മെ അതാണ് വചനം പറയുന്നത്. അവരെ ഒഴിവാക്കുക എന്നാണ് ഉത്തമമായിട്ടുള്ളത്. ഈ വചനം മനസ്സിലായി വിചാരിക്കുന്നു. അതിൻ്റെ 23-ാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ എടുക്കുന്നത് ആത്മരക്ഷയോടൊപ്പം വിശ്വാസാന്തരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് വചനപരമാണ്. എന്നാൽ വിശ്വസിക്കാത്ത ആരെയും നിർബന്ധിച്ച് ഒരിക്കലും സ്നാനപ്പെടുത്തരുത്. 18-ാം അധ്യായം 8-ാം വാക്യത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കും. 18-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവിടെ കാണുവാൻ സാധിക്കുന്നത്, പള്ളിപ്പുറമയായ ക്രിസ്പോസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവ് വിശ്വസിച്ച് കൊരിന്തിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. അപ്പോൾ ഈ സുവിശേഷം നമുക്കറിയാം, കാരാഗ്രഹപ്രമാണി വിശ്വസിച്ച് സ്നാനം അന്ന് രാത്രി തന്നെ സംഭവിച്ചു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു? രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു. രക്ഷയ്ക്കകത്ത് രക്ഷയും സ്നാനവും ഉണ്ട്. ചിലർ രക്ഷിക്കപ്പെട്ടെന്ന് പറയും, പക്ഷെ സ്നാനപ്പെടത്തില്ല. സ്നാനപ്പെടാത്തതിൻ്റെ കാരണം മരിക്കാത്തത് കൊണ്ടാണ്. പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല. അവൻ്റെ പാരമ്പര്യത്തിന് വേണ്ടി, അവൻ്റെ ലോകത്തിന് വേണ്ടി, കൂട്ടുകാരെ ഓർക്കുമ്പോൾ, നാട്ടുകാരെ ഓർക്കുമ്പോൾ, അപ്പനെ ഓർക്കുമ്പോൾ, അമ്മയെ ഓർക്കുമ്പോൾ, മക്കളെ ഓർക്കുമ്പോൾ, സഹോദരങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ കൈവഴി രക്ഷിക്കപ്പെടും. പക്ഷേ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ മരണഭീതിയാണ്, മരിക്കും. മരണമാണ് സ്നാനം. എല്ലാവർക്കും പേടിയാണ്, മരിക്കാൻ പേടിയാണ്. പക്ഷെ ഇവിടെ സ്നാനത്തിൽ മരിക്കുന്നത് നമ്മൾ പഴയ മനുഷ്യൻ മരിക്കുക. ആ പഴയ മനുഷ്യൻ മരിക്കാൻ പഴയ മനുഷ്യൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് കൈ ഉയർത്താൻ സാധിക്കും, എല്ലായിടത്തും പോയി കൈ ഉയർത്തും. പക്ഷേ വിശ്വാസസ്നാനം ഇറക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യാൻ രക്ഷിക്കപ്പെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വാസസ്നാനം വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടണം. അത് തളിക്കുകയല്ല, അത് ബക്കറ്റ് വെള്ളം കോരി ഒഴിക്കുകയല്ല. അത് സ്നാനം, യഥാർത്ഥമായ സ്നാനം. വെള്ളമില്ലാത്ത സ്ഥലത്താണെങ്കിൽ അതിന് വെള്ളം ദൈവം കൊടുക്കും, അത് ദൈവം നടത്തും. നമുക്ക് സ്നാനപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യും. അതിനുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളത് ഓർപ്പിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്നാനം എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അത് രക്ഷയും സ്നാനം ഒരുമിച്ച് പഠിപ്പിക്കാം. നേരത്തെ പഠിച്ചു. പക്ഷേ ഇവിടെ പറയാണ്, വിശ്വസിക്കാത്ത ആരെയും നിർബന്ധിച്ചൊരിക്കലും സ്നാനപ്പെടുത്തരുത്. സ്വന്തം മക്കളാണെങ്കിൽ പോലും അവരെ ആരെയും നിർബന്ധിച്ച് സ്നാനപ്പെടുത്തരുത്. അത് നമ്മൾ ദൈവത്തെ വിട്ടുകൊടുക്കുക, വ്യക്തികൾക്ക് വിട്ടുകൊടുക്കുക. രക്ഷ, സ്നാനം ദൈവസഭയോട് ചേരുന്നതൊക്കെ വ്യക്തിപരമായിട്ടുള്ളതാണ്. അപ്പൻ വിശ്വാസമില്ല, അമ്മ വിശ്വാസമെന്ന് കണ്ടുകൊണ്ട് മകളെ നീ സ്നാനപ്പെടണമെന്നില്ല, അങ്ങനെ നീ സ്നാനപ്പെടണമെന്നില്ല. പക്ഷേ അപ്പനും അമ്മയും ഇറങ്ങിയിരിക്കുന്ന മാർഗം നല്ലതാണ്. അത് കഷ്ടതയാണെങ്കിലും ഇല്ലായ്മയാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഈ സത്യദൈവത്തെ ആരാധിക്കുന്ന വിവേകത്തിൽ എനിക്ക് ജീവിക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രമേ സ്നാനപ്പെടാവുള്ളൂ. അവർ മാത്രമേ സ്നാനപ്പെടാൻ ദൈവം അനുവദിക്കുന്നത്. സ്നാനപ്പെട്ടാൽ അതനുസരിച്ച് ജീവിക്കണം. പഴയതിലേക്ക് പോകരുത്. ഛർദ്ദിച്ചിട്ട് വീണ്ടും തിന്നുവാൻ തിരിയുന്ന നായെപ്പോലെയും കുളിച്ചിട്ട് ചെളിയിൽ പിന്നെയും കിടക്കുന്ന പന്നിയെപ്പോലെയും ആകാതിരിക്കാൻ വേണ്ടിയാണ്
നിർബന്ധിച്ച് ആരെയും സ്നാനപ്പെടുത്തുക. അപ്പോൾ നമ്മൾ കുളിച്ചാൽ കുളിച്ചതായിരിക്കണം അല്ലേ? പന്നി എത്ര കുളിപ്പിച്ചാലും ചെളി കണ്ടാനത്ത് വീഴും. അതുകൊണ്ട് സ്നാനപ്പെടുത്തുമ്പോൾ പഴയ മനുഷ്യന് മരിച്ച ആൾക്കാർ ശ്രദ്ധിച്ചിട്ട് വീണ്ടും തിരിഞ്ഞ് ശ്രദ്ധിക്കാൻ പോകുന്ന നായെ പോലെയോ, അല്ലെങ്കിൽ അതേക്കുറിച്ച് നായ്ക്കളെക്കുറിച്ച് നമുക്ക് പറഞ്ഞിരിക്കുന്ന നായ്ക്കളെ അവിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ പറയാം, അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ആകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് സ്നാനപ്പെടുന്ന ഒരിക്കലും നിർബന്ധിച്ച് ആരെയും ജോലി കിട്ടുമെന്നോ, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുമെന്നോ, എൻ്റെ കഷ്ടത മാറുമെന്നോ, രോഗം മാറുമെന്നോ ഒന്നും പറഞ്ഞ് ആരെയും സ്നാനപ്പെടുത്തരുത്. അവരുടെ ഉള്ളിൽ സ്നാനപ്പെടുന്നുള്ള ആഗ്രഹം ദൈവാത്മാവ് കൊടുത്തു കഴിഞ്ഞാൽ ആരെയും വിലക്കാനും പാടില്ല. അത് നടത്തിയിരിക്കണം. അതിന് അവരുടെ വാഗൊണ്ട് സാക്ഷ്യം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ അനുസരിച്ച് ഇന്ന് ഈ ദിവസങ്ങളിൽ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് വേണ്ടതായിട്ട് അഫാഡവിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് സ്നാനപ്പെടുത്തിക്കൊള്ളണം. കാരണം നാളെ മനുഷ്യൻ മാറി പറയും. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നത്. നിയമം ഉണ്ടാകുകയാണെങ്കിൽ ആർക്കും ദൈവഭാഗത്തേക്ക് വരുന്നതിന് സ്നാനപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ സ്നാനപ്പെട്ട് ദൈവത്തോട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള സ്ഥലങ്ങളിൽ വേണമെങ്കിൽ അവർ തന്നെ അത് ചെയ്യട്ടെ. അങ്ങനെ സ്നാനപ്പെടാൻ നിയമം അനുസരിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അവളുടെ കാര്യങ്ങൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. നാളെ ഇന്ന് തിരിച്ചു വന്നാൽ അതും പ്രശ്നമായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇക്കാര്യം പറഞ്ഞത്. അതോ ഓരോ സ്ഥലത്തിൻ്റെയും അനുസരിച്ച് ചെയ്യുക. ദൈവമക്കൾ ആരെയും നിർബന്ധിച്ച് സ്നാനപ്പെടുത്തരുത്, ദൈവസഭയെ ചേർക്കരുത്. സുവിശേഷം അറിയിക്കുക, സ്നാനത്തിൻ്റെ സന്ദേശം അറിയിക്കുക ഒക്കെ നമ്മുടെ കാര്യമാണ്. പക്ഷേ സത്യസഭ ഒരിക്കലും ആരെയും നിർബന്ധിക്കത്തില്ല എന്നുള്ളതും സുവിശേഷം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ അനുവർത്തിച്ചു പോകുന്ന കാര്യമാകുന്നു. 24-ാമത്തെ കാര്യം, സുവിശേഷത്തിന് വേരോട്ടമുള്ള സ്ഥലങ്ങളിൽ ദൈവത പ്രകാരം കുറേ നാൾ താമസിച്ച് ദൈവവേല ചെയ്യുന്നത് അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി തീരും. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് ചില ദിവസം അവിടെ താമസിക്കണം എന്ന് ദൈവാത്മാവ് പറഞ്ഞ് അവിടെ താമസിക്കണം. നമുക്ക് എഫെസോസിൽ താമസിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പൗലോസ് നിന്നില്ല, വീണ്ടും വരാമെന്ന് പറഞ്ഞ് പോയി. പക്ഷേ എന്നാൽ കൊരിന്തിൽ തന്നെ നിന്നു. ഇപ്പം എല്ലായിടത്തും ഒരുപോലെയല്ല. ചില നിർബന്ധിച്ചാൽ അവിടെ നിൽക്കത്തില്ല. ഞാൻ തെളിവ് തരാം. 18-ാം അധ്യായം അതിൻ്റെ 18-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അവിടെ 20-ാം വാക്യം, കുറെ കൂടി താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ ദൈവതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ് വിടവാങ്ങി എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി. അപ്പോൾ എഫെസോസിൽ അവിടെ നിൽക്കേണ്ട സമയം അന്നേരമല്ല, അവൻ വേറെ സ്ഥലത്തേക്ക് പോകണം. എന്നാൽ കൊരിന്തിൽ നിൽക്കണമെന്നുള്ളത് ദൈവനോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കേൾക്കുവാൻ നമ്മുടെ മനസ്സിൽ ദൈവാത്മ പറയും, ഇവിടെ നിൽക്കണം, ഇവിടെ സംസാരിക്കണം എന്നുള്ള ദൈവം നമുക്ക് വഴി തുറന്നു അതിനുള്ള സാഹചര്യം ഒരുക്കി തരും. 18-ാം അധ്യായം അതിൻ്റെ 9 വാക്യങ്ങൾ സ്ഥാനപ്പെട്ട്, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടി കൊണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്നരുളി ചെയ്തു. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. ഇവിടെ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. 1.5 വർഷം ദൈവം സംസാരിച്ചിട്ട് അവിടെ നിന്നു. എന്നാൽ എഫെസോസിൽ ചെന്നപ്പോൾ ദൈവാത്മാവിൻ്റെ ആലോചനയില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് വേഗത്തിൽ പോയി. പിന്നെ അവൻ മടങ്ങി വന്നു. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ പ്രയോജനപരമായി തീരും എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ താമസിച്ച് ദൈവാലയം ചെയ്യാൻ നല്ലതാണ്. ചില സ്ഥലങ്ങൾക്ക് നമ്മൾ പരസ്യങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ട് 2-3 ദിവസം ഇവിടെ നിന്ന് സുവിശേഷം അറിയിക്കണം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അവിടെ സുവിശേഷം അറിയിക്കുമ്പോഴത്തെ അവിടെ അവരെ സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ച് തോട്ടം മേഖലകളിലൊക്കെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കഷ്ടതയും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന ഇടയിൽ യേശുവിൻ്റെ സന്ദേശം വചനമായി പോകുമ്പോൾ അവർ അതിനെ ഉൾക്കൊള്ളുന്നത്, സ്വീകരിക്കുന്നത് പലപ്പോഴും കാണുമ്പോൾ വിചാരിക്കും എന്നിട്ട് ദിവസം അവിടെ താമസിച്ച് സുവിശേഷം അറിയിക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആഴ്ചകൾ അടുപ്പിച്ച് പോയിട്ടുമുണ്ട്. ഒരാഴ്ച അവിടെ താമസിച്ചില്ലെങ്കിൽ അടുത്ത് പോകും. ഞാൻ പറഞ്ഞത്, സുവിശേഷം ആര് റിസീവ് ചെയ്യുമോ അവരുടെ അടുത്തേക്ക് അറിയിക്കേണ്ടത്, നമ്മൾ കഷ്ടം സഹിച്ചാണെന്ന് ഞെത്തി അവരെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ദൈവം പറഞ്ഞു, കൊരിന്തിൽ എനിക്ക് ഈ പട്ടണത്തിൽ വളരെ ജനമുണ്ട്, അതുകൊണ്ട് നീ ഇവിടുന്ന് പോകരുത്, നീ ചില നാൾ ഇവിടെ പാർക്കണം എന്ന് പറഞ്ഞ് അവനെ അവിടെ നിർത്തുവാട്ട് അവർ ദൈവയോടെ സംസാരിച്ചപ്പോൾ അവർ നിനക്കൊരു ദോഷം ആരും ചെയ്യത്തില്ല, ആരും നിന്നെ തൊടത്തില്ല. അങ്ങനെ 1.5 വർഷം കൊരിന്തിൽ പൗലോസ് താമസിച്ചു. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷത്തിന് വേരോട്ടമുള്ള സ്ഥലങ്ങളിൽ, സുവിശേഷം റിസീവ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ദേവദാസന്മാർ അവിടെ പരസ്യപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നിൽക്കേണ്ട സ്ഥലങ്ങളിൽ നിൽക്കണം. എത് പറയുകയും ദുഷിക്കുകയും ചെയ്യുന്നിടത്തുനിന്ന് മാറിപ്പോകണം. ഇതൊക്കെയാണ് സുവിശേഷത്തിന് മാനദണ്ഡങ്ങളായിട്ട് ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. 25-ാമത്തെ പോയിന്റ് പറഞ്ഞ് ഇന്നത്തെ ഈ സുവിശേഷം അറിഞ്ഞിരിക്കേണ്ട 25 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്.
ഇവിടെ എന്താണ് സുവിശേഷീകരണത്തിൽ നാം അനുവർത്തിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ക്രിസ്തുയേശു അനുവർത്തിച്ച് നമുക്ക് കാണിക്കുന്ന മാതൃകയാണ്. അത് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തു സുവിശേഷം അറിയിക്കാൻ വേണ്ടി അവരെ ഈടുണ്ടായിട്ട് അയച്ചു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു പരസ്യ പ്രവർത്തന സുവിശേഷത്തിന് വേണ്ടി പോകരുത്, ഒരു വീട്ടിൽ പോകരുത്. നമുക്ക് ആർക്കും അറിയാൻ വേണ്ട ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകരുത്. 10-ാം അധ്യായം അന്നത്തെ കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുന്നവനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു അവരോട് പറഞ്ഞത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ കൊയ്ത്ത് വേലക്കാർ പോകുമ്പോൾ കുറഞ്ഞത് 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞത് കഴിവതും ഈ പ്രത്യേക സാഹചര്യം ഒറ്റയ്ക്കാണോ, അത് ഇപ്പം വണ്ടി എഴുതുന്ന യാത്ര ചെയ്യുമ്പോൾ സുവിശേഷം പറയുന്നതല്ല. അത് നമ്മളൊരു വീട്ടിൽ പോയി സുവിശേഷം അറിയിക്കാൻ പോവുകയാണെങ്കിൽ, നമ്മൾ പരസ്യ വീടുകളിൽ ഭവന സന്ദർശനത്തിന് പോവുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ഒറ്റയ്ക്ക് പോകരുത്. ഒറ്റയ്ക്ക് പോയാൽ ഒരു സാക്ഷ്യമില്ല, ആരും നമുക്കൊരു സാക്ഷ്യം പറയാൻ കാണത്തില്ല. അപ്പം അതുകൊണ്ട് ഭവന സന്ദർശനങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് സുവിശേഷ പ്രവർത്തനത്തിൽ പോകരുത്. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് കുടുംബമായിട്ട് പോട്ടെന്ന് പറയുന്നത്. ഇപ്പോൾ കഥാവിടെ അയച്ചപ്പോൾ 2 പേരെ അയച്ചു, ഈരണ്ടായിട്ട് അയച്ചു. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ഒറ്റയ്ക്കൊരു ഭവനത്തിൽ ചെന്ന് സുവിശേഷം പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞാലും നമുക്കതിന് തെളിവില്ല. അപ്പം അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകാൻ പാടില്ല. ഈരണ്ട് വെച്ചാണ് അയച്ചിരിക്കുന്നത്, 2 പേരെ വെച്ച് അയച്ചിരിക്കുന്നത്. അപ്പോൾ കഥ കാണിച്ച മാതൃക. അതുകൊണ്ട് സുവിശേഷ പ്രവർത്തനങ്ങളിൽ കഴിവതും കുറഞ്ഞത് 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ഇതാണ് 25-ാമത്തെ പോയിന്റ്. ബാക്കിയുള്ള ഒരു നിരവധി പോയിന്റുകളുണ്ട്, പക്ഷെ അതിലേക്കൊന്നും ഞാൻ കടന്നു പോയി. പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 25 പ്രധാന പൊതുമാനദണ്ഡങ്ങൾ, സുവിശേഷം അറിഞ്ഞിരിക്കേണ്ട പൊതുമാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആണ്. സുവിശേഷം അറിയിച്ചിട്ടാണ് നമ്മൾ ദൈവസഭയെ വളർത്തിയെടുക്കേണ്ടത്. ഇത് പൊതുവായിട്ടുള്ളത്. ഇപ്പോഴത്തെ സുവിശേഷീകരണം നമ്മൾ പുതിയ നവീന മാധ്യമങ്ങളിലൂടെ ആയതുകൊണ്ട് അത് അറിയിക്കുമ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കണം. ഒരിക്കലും നമ്മൾ സംസാരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ അങ്ങനെയുള്ളവരോട് മാത്രമേ സംസാരിക്കാവുള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവായിട്ടുള്ള കോമൺ പ്ലാറ്റ്ഫോമിലായിരിക്കണം സംസാരിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇതെല്ലാം ഏത് രീതിയിൽ സുവിശേഷം അറിയിച്ചാലും അവർക്കെല്ലാം ബാധകമാണ്. അത് ഫോണിൽ കൂടെ പറഞ്ഞാലും വാട്സാപ്പിലൂടെ ആയാലും എവിടെയായാലും എങ്ങനെയായാലും സുവിശേഷം അറിയിക്കുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം ഒരു സാക്ഷി കൂടി ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. നമുക്കറിയാം, നമുക്ക് പേഴ്സണൽ അറിയാവുന്ന ദൈവമക്കൾ മെസ്സേജുകൾ അയക്കാറുണ്ട്. അത് ആവശ്യമാണ്. അതിനകത്ത് നമുക്കറിയാം, പരസ്യമായിട്ടും നമുക്ക് അറിയിക്കാറുണ്ട്. ദൈവദാസനോട് നമ്മൾ മെസ്സേജ് അയക്കുന്നു, പറയുന്നു, അതൊക്കെ ആവശ്യമാണ്. നമ്മൾ അത് സുവിശേഷീകരണമല്ല, അത് പ്രാർത്ഥനാ വിഷയങ്ങളോട് വ്യക്തിപരമായ വിഷയങ്ങൾ അറിയിക്കാനാണ്. അത് അത്യാവശ്യമാണ്. പക്ഷെ എന്നാൽ സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മൾക്ക് അറിയാത്ത ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ അതെപ്പോഴും അതിലൊരു സാക്ഷ്യം ഉണ്ടായിരിക്കണം എന്നാണ് കഥ പഠിപ്പിച്ചത്. പ്രത്യേകിച്ച് പരസ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ പോകുമ്പോൾ ചുരുങ്ങിയത് 2 പേരും ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവം ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ സമയം തീർന്നുകൊണ്ട് ഞാൻ ഈ വചന സൂക്ഷിച്ച് ഇന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാം. ദൈവം വെച്ചാൽ നാളെ മുതൽ നമ്മൾ ദൈവസഭയുടെ പ്രാരംഭ സമയമായിരിക്കുന്ന എഫെസ് ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രിയിൽ സുവിശേഷരായിരിക്കുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട 25 പൊതു മാനദണ്ഡങ്ങൾ കഴിഞ്ഞ 2 പഠനത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം പരിജ്ഞാനത്തോടെ നിന്റെ വേല ചെയ്യുവാൻ, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരെ ചുരുക്കം, കൊയ്ത്തിലേക്ക് കൊയ്ത്തിന് യജമാനോട് ചോദിക്കാം, വേലക്കാരെ അയക്കണമേ എന്ന്. ഇന്ന് രാത്രിയിലും എല്ലാ കണ്ണുകളും ദൈവത്തിന് അറിയപ്പെട്ടാവട്ടെ. ദൈവത്തോട് പ്രായം കർത്താവ് ദിവസങ്ങളിൽ പരിജ്ഞാനത്തോടെ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ജീവിച്ച് ഞങ്ങൾ പറയേണ്ട സ്ഥലങ്ങളിൽ പറയുവാനും മൗനമായിരിക്കേണ്ട സ്ഥലങ്ങളിൽ മൗനമായിട്ടിരിക്കാനും ഒക്കെ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ. ഞങ്ങളുടെ വാക്ക് മുഖാന്തരം, ഞങ്ങളുടെ മുഖാന്തരമായി ഞങ്ങൾ പലപ്പോഴും വാക്കിൽ തെറ്റിപ്പോകാറുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, നാം ഒരു മനുഷ്യൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ സൽഗുണപൂർത്തിയുള്ള മനുഷ്യനാണ്. രാത്രി നമ്മുടെ വാക്കിൽ വന്ന തെറ്റുകൾ പലപ്പോഴും പല കാര്യങ്ങൾ കാരണമായി തീർന്നിട്ടില്ലേ? വാക്കിൽ പ്രശ്നം സംഭവിച്ചിട്ടില്ലേ? കുതിരയ്ക്ക് കടിഞ്ഞാണിടുന്ന പോലെ ദിവസങ്ങളിൽ നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് സംസാരിക്കുന്ന സംസാരിപ്പാൻ സുവിശേഷത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കുന്ന ആത്മാവൻ ദൂതറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഉപദേശത്തെ, പുതിയ നിയമത്തിൻ്റെ പുനരുത്ഥാന ശക്തിയെ ഘോഷിക്കുവാൻ ദൈവം ഒരുക്കി തരുന്ന എല്ലാ മേഖലകളെയും ദൈവമക്കൾ ഉപയോഗിക്കണമേ എന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് ഈ സുവിശേഷിക്കുന്ന പൊതുമാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നാം ഓർത്തു വയ്ക്കുക. നമ്മുടെ സുവിശേഷത്തിൽ അത് നമുക്കത് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് സത്യസഭ സുവിശേഷത്തിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വിരാൻ പെടുന്നതെന്ന് വെച്ചാൽ ആഗോള സഭയെക്കുറിച്ചുള്ള പഠനത്തിൽ
എഫെസസ് സഭയെക്കുറിച്ചുള്ള ഉത്ഭവ പശ്ചാത്തലത്തെക്കുറിച്ചും എങ്ങനെയാണത് സ്ഥാപിതമായതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തുടർന്ന് നമ്മൾ ചിന്തിക്കും. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.